कांग्रेस से भी बहुत सतर्क रहना है। ये मुस्लिम लीगी माओवादी कांग्रेस के लोग केरला को अपनी लैंड बना रहे हैं। രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, അധികാരമേറ്റ് 45 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ ജനങ്ങളോടടക്കം സംസാരിച്ച് തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറ്റാനുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയത് അനൗൺസ് ചെയ്യാൻ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമെന്നാണ് രാജീവ് ചന്ദ്രശേഖറും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എല്ലാ നേതാക്കളും വാദോരാതെ പറഞ്ഞത്. ഇന്ന് പ്രധാനമന്ത്രി എത്തി. അദ്ദേഹം വിപുലമായ ചടങ്ങിൽ പങ്കെടുത്തു, ജനങ്ങളെ അഭിസംബോധന ചെയ്തു. മാറാത്തത് ഇനി മാറും എന്നും മലയാളത്തിൽ പറഞ്ഞു. പക്ഷെ അതിനുള്ള ഒറ്റ മൂല്യമൊന്നും അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നില്ല, വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. മേയർ VV രാജേഷ് ഒരുപക്ഷെ അതിന്റെ സൂചനകൾ നൽകുകയും ചെയ്തിരുന്നു. PMO ആണത് തീരുമാനിക്കുന്നത്, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അദ്ദേഹത്തിന് കൈമാറും എന്നത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മറ്റൊന്ന്, UDF-നെതിരെ കടുത്ത ആരോപണമാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ലീഗും മാവോവാദികളും കോൺഗ്രസും ചേർന്നുണ്ടാക്കുന്ന ത്രികക്ഷി സഖ്യമാണ് കേരളത്തിൽ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കുന്നത് എന്നുള്ളതടക്കമുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് പ്രധാനമന്ത്രി ഇവിടെ വന്ന് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു പോയി എന്ന രൂക്ഷ വിമർശനം കൂടി ഉണ്ടാവുകയാണ്. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ചേർന്നു. BJP-യിൽ നിന്ന് ശ്രീ ജിതിൻ ദേവ്, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് വീണ S. നായർ, CPM-ൽ നിന്ന് ശ്രീ ജെയ്സി തോമസ് എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചേർന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ശ്രീ ജിതിൻ ഈ മാറാത്തത് ഇനി മാറുമെന്നുള്ളതാണല്ലോ നിങ്ങൾ തിരഞ്ഞെടുപ്പ് കാലയളവിൽ മുഴുവനും പറഞ്ഞത്. എന്ത് മാറ്റമാണെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്? അദ്ദേഹം ഇത് അനൗൺസ് ചെയ്യാൻ വരുന്നു എന്നുള്ളതായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ അവകാശവാദം. അല്ല, രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് കോർപ്പറേഷൻ അധികാരം കിട്ടിയാൽ 45 ദിവസത്തിനകം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എത്തുമെന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ കോർപ്പറേഷന്റെ സമഗ്ര വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വിഷൻ ഡോക്യുമെന്റ്, ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമെന്നുള്ളതാണ്. ഇന്ന് കൃത്യമായിട്ട് കോർപ്പറേഷന്റെ മേയർ ശ്രീ VV രാജേഷ് ആ ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അത് PMO പരിശോധിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തിൽ തിരുവനന്തപുരത്ത് ചില കോൺക്ലേവുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈദഗ്ധ്യം ഉള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ കോൺക്ലേവിൽ ഉരുത്തിരിയുന്ന ആശയം കൂടി ചേർത്തുകൊണ്ട് പ്രധാനമന്ത്രിയെ ഡൽഹിയിലെത്തി കാണും. അദ്ദേഹം ഇപ്പോൾ പൂർണ്ണമായ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഉറപ്പുകൾ, അതായത് അത് പാലിക്കപ്പെടുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണ പിന്തുണ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അത് പാലിക്കപ്പെടും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു മിനിറ്റ് എനിക്ക് തരുമോ? ഞാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പറഞ്ഞൊരു കാര്യം, വാർഡ് തലത്ത് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും. എന്താണ് 5 കൊല്ലം വാർഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നഗരത്തിന്റെ ഓരോരോ പ്രശ്നങ്ങൾ എന്താണ് 5 കൊല്ലം ചെയ്യേണ്ടത്, ആ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി ജനങ്ങൾ മുമ്പിൽ വെച്ച് ജനങ്ങളുടെ ഒപ്പം അവരുടെ അഭിപ്രായം എടുത്ത് ഈ പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിൽ പ്രഖ്യാപിക്കാനും അതിനെ അനൗൺസ് ചെയ്യാൻ പ്രധാനമന്ത്രിയെ ഞങ്ങൾ വിളിക്കും. അദ്ദേഹം ഇവിടെ വന്ന് അത് പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചതാണ്, അതിന്റെ കൃത്യമായ വാക്കുകൾ അങ്ങ് പറഞ്ഞതല്ല. അല്ല, ഞാൻ പറഞ്ഞുതരാം. പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനമന്ത്രിക്ക് വന്നിട്ട് ഒരു നഗരത്തിന്റെ കാര്യം മാത്രം അങ്ങനെ ഒരു സ്റ്റേറ്റിനെ നോക്കുകുത്തിയാക്കി വെച്ചിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഞാൻ പറയട്ടെ അദ്ദേഹത്തിന് മുമ്പിൽ ഞങ്ങൾ ഈ നഗരത്തിന്റെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഞങ്ങൾ ആഗ്രഹിക്കുന്ന പദ്ധതികൾ അദ്ദേഹത്തിന് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പ്രധാനമന്ത്രി പഠിക്കണ്ടേ? അദ്ദേഹം അത് പഠിച്ചതിന് ശേഷം അതിനകത്തുള്ള കൃത്യമായിട്ടുണ്ടാവും. ഒരു കാര്യം ഞാൻ മാധുവിന് ഉറപ്പ് നൽകാം, തിരുവനന്തപുരം നഗരത്തെ ഞങ്ങൾ മാറ്റി എഴുതും. ഇന്ന് പ്രധാനമന്ത്രി എന്നത് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരം മാറും. ഈ നഗരവാസികളായിട്ടുള്ള കോർപ്പറേഷനിൽ വോട്ടുള്ള ഒരാളല്ല. തിരുവനന്തപുരം നഗരത്തിലെ വോട്ടർമാരോട് തെരഞ്ഞെടുപ്പിന്റെ ആകെ സമയത്ത് നിങ്ങളുടെ അധ്യക്ഷനടക്കം പറഞ്ഞ കാര്യമാണ് ഞാൻ ഇവിടെ ആവർത്തിച്ച് കേൾപ്പിച്ചത്. നിങ്ങൾ ജനങ്ങളോട് സംസാരിച്ച് അഭിപ്രായ സ്വരൂപണം നടത്തി ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി അത് പ്രധാനമന്ത്രിക്ക് കൈമാറി അദ്ദേഹം അത് അനൗൺസ് ചെയ്യാൻ 45 ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തും എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കത് കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൂടെ? അങ്ങനെ പറയരുത് മാധു. കാരണം ഈ ചർച്ചകൾ കേൾക്കുന്ന ആൾക്കാർ ഈ പറയുന്നത് പോലെ മണ്ടന്മാരൊന്നുമല്ലല്ലോ. പറയട്ടെ ഒരു പ്രധാനമന്ത്രിക്ക് മുമ്പിൽ ഞങ്ങൾ ബ്ലൂ പ്രിന്റ് വെച്ചു. അദ്ദേഹം അത് പഠിക്കണ്ടേ? ഒരു ഡോക്യുമെന്റ് അദ്ദേഹത്തിന് കഴിഞ്ഞാൽ ശരി ഞാനിത് പ്രഖ്യാപിച്ചു എന്ന് പറയാൻ ശരിയാണ്. അദ്ദേഹം അത് പഠിക്കണം. 45 ദിവസം കൊണ്ട് ഈ പറയുന്നത് പോലെ ഇടുകുടുക്കെ എന്ന് പറയുന്ന രീതിയിൽ നടക്കുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കുമില്ല. എത്രയും പെട്ടെന്ന് നടക്കട്ടെ. നോക്കൂ, ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾ മാന്ത്രിക വടി വീശിയില്ല എന്ന് പറഞ്ഞ് വിമർശിക്കാനും ഞാൻ ആളല്ല. പക്ഷെ പറഞ്ഞത് ഇതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്തില്ല എന്ന് പോലുമല്ല, പറഞ്ഞത് ഇതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ജിതിൻ ദേവ്, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീമതി വീണ S. നായർ, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ.
ഇത് നോക്കൂ, ഈ വികസനം എന്ന കാര്യത്തിൽ ഊന്നി BJP പ്രചാരണത്തിൽ നിന്നു അതിന് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും. ഇന്ന് അദ്ദേഹം പറയുകയും ചെയ്തു കേന്ദ്രത്തിന് പൂർണ്ണ പിന്തുണ ഇവിടുത്തെ വികസനത്തിന് ഉണ്ടാകുമെന്നുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ വിവാദത്തിന് കൂടി, അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ CPM അല്ല കോൺഗ്രസ് ആണ് BJPയുടെ യഥാർത്ഥ എതിരാളികൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മടങ്ങുന്നത്. അതെ മാധു, സത്യത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിന് ശേഷം ഒരു ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ, ഈ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് വികസനത്തിന്റെ ഒരു രൂപരേഖയാണല്ലോ. അപ്പൊ ആ രേഖയാണ് കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കിയിരുന്നത്, പ്രതീക്ഷിച്ചിരുന്നത്. ആ രേഖ സംബന്ധമായ പ്രഖ്യാപനങ്ങളൊന്നും പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചില്ല, കേൾക്കാൻ സാധിച്ചില്ല. മറിച്ച് ആ രേഖ നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹം കൈ വീശി കാണിച്ചപ്പോൾ നിങ്ങൾ ക്യാമറ ഒന്ന് സൂം ചെയ്തിരുന്നെങ്കിൽ ആ കയ്യിൽ ആ രേഖ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വന്ന ഒരു രേഖയുണ്ട്. ആ രേഖ വികസനത്തിൻ്റെ രേഖ, വികസന രേഖയല്ല, മറിച്ച് അത് ഈ കേരളത്തെ വിഭജിക്കാനുള്ള വിഭജന രേഖയാണ്. ഈ പച്ചവർഗീയത കേരളത്തിൻ്റെ മണ്ണിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാനും മാധുവും ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകളൊക്കെ ഏതാണ്ട് ഒരേ പ്രായത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഒന്നും കുട്ടിക്കാലത്തോ നമ്മൾ വളർന്നു വന്ന കാലഘട്ടത്തിലോ ഒരിക്കൽ പോലും ഇതുപോലുള്ള പച്ചവർഗീയത കേട്ട് വളർന്നിട്ടില്ല. നമ്മൾ ഒന്നും ഒരിക്കൽ പോലും ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ നമ്മൾ പഠിച്ചു വന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടക്കം നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഇതിനെക്കുറിച്ച് കേൾക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഭയം തോന്നുകയാണ് കേരളത്തിന്റെ മണ്ണിൽ ഇപ്പോൾ ജീവിക്കാൻ. കാരണം ഇവിടെ BJPയും CPMും പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർഗീയത എൻ്റെ മകനടക്കമുള്ള കുഞ്ഞുങ്ങളുടെ തലമുറയ്ക്ക് അതേത് തരത്തിലാണ്, അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു മണ്ണായി ഈ കേരളം മാറിപ്പോകുമോ എന്ന് വല്ലാതെ ഭയപ്പെടുകയാണ്. സത്യത്തിൽ കേരളത്തിലേക്ക്, തിരുവനന്തപുരത്തിന്റെ മണ്ണിലേക്ക് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി വന്നിറങ്ങുമ്പോൾ പ്രധാനമന്ത്രി ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം ചവിട്ടി നിന്ന തിരുവനന്തപുരത്തിന്റെ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ഈ തിരുവനന്തപുരത്തിന്റെ മണ്ണില് ആ പാളയത്തേക്ക് പോയി കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ക്രിസ്ത്യൻ പള്ളിയും അടുത്തിരിക്കുന്ന മോസ്കും ഗണപതി ഭഗവാന്റെ അമ്പലവും ഇത് ഒരുമിച്ച് ഒരു വട്ടത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു മണ്ണാണ് തിരുവനന്തപുരത്തിന്റെ. ആ തിരുവനന്തപുരത്തിന്റെ ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ, ജാതി മത വിദ്വേഷങ്ങളില്ലാതെ പോകുന്ന ഒരു മണ്ണിനെ എങ്ങനെ വിഭജിപ്പിക്കാമെന്നുള്ളതിന്റെ പ്രാഥമിക രേഖ ഇവിടെ വിദ്വേഷ പ്രസംഗത്തിലൂടെ ജനിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മണ്ണ് വിട്ട് പോകുമ്പോൾ സത്യത്തിൽ പറയാനുള്ളത്, നമ്മൾ ഇന്നലകളിൽ ചർച്ച ചെയ്തിട്ടുള്ള CPMും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന BJPയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ മാത്രമാണ്. രണ്ടു പേർക്കും അധികാരം, അധികാരം, അധികാരം. ഇതിനപ്പുറത്തേക്ക് മനുഷ്യത്വമെന്നോ മനുഷ്യ സ്നേഹമെന്നോ അല്ലെങ്കിൽ തലമുറകൾക്ക് വസിക്കാൻ പറ്റുന്ന ഒരു മണ്ണായിരിക്കണം ഈ മണ്ണെന്നുള്ളതൊന്നും അവർക്കൊരു വിഷയമേ അല്ല എന്നുള്ളത് ഒരമ്മ എന്നുള്ള നിലയിൽ കൂടി എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ശരി, ശ്രീ ജെക്സി തോമസ്, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൃത്യമായി ഇവിടെ നടപ്പിലാക്കുന്നില്ല സംസ്ഥാനം എന്ന വിമർശനമാണ് CPMനെതിരെ ഉന്നയിക്കപ്പെട്ട ഒന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന്. ഇപ്പൊ നോക്കൂ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ കണ്ടുകൊണ്ടാണ് കേരളത്തെ വിലയിരുത്തുന്നത് പ്രധാനമന്ത്രി എന്നുള്ളതാണ് V ശിവൻകുട്ടി അതിന് മറുപടി നൽകുന്നത്. എന്തുകൊണ്ടാണ് ഈ തരത്തിൽ കേരളത്തിൽ വന്ന് ഒരു പ്രഖ്യാപനവും നടത്താതെ പ്രധാനമന്ത്രിക്ക് പോകേണ്ടി വരുന്നത്? അതും അഭിമാനാർഹമായ ഒരു രാഷ്ട്രീയ വിജയം നേടി, അവരുടെ പുതിയ ദേശീയ അധ്യക്ഷന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പോലും പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെക്കുറിച്ച് അഭിമാനപൂർവ്വം സംസാരിച്ചു. ശേഷം ഇവിടെ വരുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ഒന്നുണ്ടാകും എന്നൊരു പ്രതീക്ഷ സ്വാഭാവികമല്ലേ? സ്വാഭാവികമല്ലേ എന്നുള്ള അങ്ങയുടെ ചോദ്യം വസ്തുതാപരമാണ്. നമ്മുടെ നാട്ടിൽ സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് അതീതമായി കേരളത്തിൻ്റെ മലയാളികളുടെ ഒരു പുതുമുന്നേറ്റം, അതിൽ നിർബന്ധമായും നമ്മളുടെ വിഹിതം കൂടെ സംഭാവനയായി കയ്യിൽ നീട്ടി വാങ്ങുന്ന യൂണിയൻ ഗവൺമെൻറ്റിന് നമ്മളോടുള്ള ഒരു കടപ്പാട്, ഇതൊക്കെ ലോകമെങ്ങുമുള്ള എല്ലാ മലയാളികളും ആഗ്രഹിച്ചിരുന്നതാണ്, നമുക്ക് അവകാശമായി ലഭിക്കേണ്ടിയിരുന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിജയം ആഘോഷിക്കാനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അത്ഭുതങ്ങൾ, അസാധാരണത്വമുള്ള പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ ഇതിനെ സത്യസന്ധമായി രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ഏതെങ്കിലും ഒരു മലയാളി, അതിൽ കോൺഗ്രസോ ഇടതുപക്ഷമോ സംഘപരിവാരോ ഒക്കെ ഉണ്ടാകാം, പക്ഷേ കാര്യഗൗരവത്തോടുകൂടെ രാഷ്ട്രീയത്തെ വിലയിരുത്താൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരു മലയാളി ഈ കാര്യങ്ങൾക്കകത്ത് അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ?
അസാധാരണത്വമുള്ള മലയാളക്കരയെ മുമ്പോട്ടേക്ക് നയിക്കാൻ പര്യാപ്തമായ വലിയ പദ്ധതികൾ, പ്രഖ്യാപനങ്ങൾ ഇത് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇപ്പോഴല്ല, കേരളത്തിന്റെ അനുഭവങ്ങളിൽ അല്പമാസാന്തരങ്ങൾക്ക് പുറകിൽ, സൂക്ഷ്മതയിൽ പറഞ്ഞാൽ വയനാട് ദുരന്താനന്തരം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതേപോലെ വന്ന് സന്ദർശനം നടത്തിപ്പോയത് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. ദുരന്തത്തിന്റെ അതിജീവിതരുടെ പട്ടികയിൽ പ്രധാനപ്പെട്ട ഇടം പിടിച്ച ഒരു കുഞ്ഞ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുഖത്തോട് ചേർന്നു നിൽക്കുന്ന ചിത്രം ലോകമാധ്യമങ്ങളിൽ ആഗോള ശ്രദ്ധ നേടിയ വാർത്തയും ചിത്രവുമായി മാറി. പ്രധാനമന്ത്രി എല്ലാവരുടെയും, ഏറെക്കുറെ ഏതാണ്ട് എല്ലാവരുടെയും പരാതികൾ, പ്രയാസങ്ങൾ ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്തു. നമ്മളെല്ലാവരും കരുതിയത് എന്താണ്? ഞാൻ ആവർത്തിക്കുന്നു, സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കപ്പുറം മലയാളികൾ കരുതിയത് എന്താണ്? എവർ ലാർജസ്റ്റ് ഡെബ്രിസ് ഫ്ലോ, അങ്ങനെയാണ് ഇന്ത്യൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നമ്മുടെ വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് വിലയിരുത്തിയത്. അത്തരം ഒരു വിലയിരുത്തൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നടത്തിയിട്ടുള്ള ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിടേണ്ട വന്ന നമുക്ക് അർഹതയുള്ള പണം ലഭിക്കും, അർഹതയുള്ള സഹായം ലഭിക്കും, അവകാശപൂർണമായ നമ്മളുടെ ഒരു ഓഹരി വയനാടിനെ മുൻനിർത്തി മലയാളിക്ക്, കേരളത്തിന് ലഭിക്കും എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ പിന്നീട് കണ്ട കാഴ്ച എന്താണ്? പ്രളയത്തിലും ദുരന്തത്തിലും ഒക്കെ ആവർത്തിക്കപ്പെട്ടത് വയനാടും ആവർത്തിക്കപ്പെടുന്നതിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചു. അതായത് ആ സമയത്ത് കൊടുത്തയച്ച അരിയുടെ പണം കേരളത്തിന്റെ പോക്കറ്റിൽ നിന്നും പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നു. ആ സമയത്ത് സേവനം നൽകിയ ഹെലികോപ്റ്ററിന്റെ അല്ലെങ്കിൽ മറ്റു വിമാനങ്ങൾക്ക് ഉപയോഗിക്കാനുണ്ടായിരുന്ന ഇന്ധനത്തിന്റെ പണം കേരളത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നു. സമാനമായ ദുരന്തം നേരിട്ട ഇതര സംസ്ഥാനങ്ങളോ? അപ്പോഴാണ് ഈ കാര്യത്തിൽ വീണ്ടും പറയട്ടെ, ഗൗരവത്തോടെ ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തുന്ന ഏത് മലയാളിയും, നമ്മൾ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ, ഈ യൂണിയന്റെ ഭാഗമല്ലേ, ഇന്നു നമ്മൾ ആത്മാർത്ഥമായി സംശയിച്ചു പോകുന്ന അനുഭവങ്ങൾക്കല്ലേ നമുക്ക് നേരിടേണ്ടതായി വന്നത്? 33 പേർ മരണപ്പെട്ട ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും 3000 കോടി കൊടുത്തു. 6 ദിവസം തുടർച്ചയായി മഴ പെയ്ത തമിഴ്നാടിന് ഏതാണ്ട് 610 കോടി രൂപ കൊടുത്തു. പ്രയാഗ്രാജ് ഉൾക്കൊള്ളുന്ന UPക്ക് 6000 കോടി കൊടുത്തു. ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിടേണ്ട വന്ന നമുക്ക്, അതിജീവനത്തിനെ കരങ്ങൾ നീട്ടിയ നമ്മുടെ നാടിന് ചോദിച്ചതിന്റെ 8-1 പോലും തരില്ല. അതായിരുന്നില്ല യൂണിയൻ ഗവൺമെന്റിന്റെ സമീപനം. പോരാത്തതിന് ശത്രുതാപൂർണമായി കേരളത്തിന്റെ പോക്കറ്റിൽ നിന്നും അരിയുടെയും വിമാനത്തിൽ ഉപയോഗിച്ച ഇന്ധനത്തിന്റെയും പണം പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന ഒരു കൊള്ള സംഘം എന്നതുപോലെ ഇതേ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന യൂണിയൻ ഗവൺമെന്റ് മാറുന്നതിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചു. എന്തൊക്കെ തരം ബ്ലൂ പ്രിന്റുകളെ സംബന്ധിച്ചായിരുന്നു ഇവിടെ പ്രചരണ പ്രഖ്യാപനം ഉയർന്നു വന്നത്? എയിംസ് ഇന്ത്യയുടെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപൂർണമായ ഒരു ഓഹരിയായിരുന്നില്ലേ? അതിവേഗ റെയിൽ, സിൽവർ ലൈനിന്റെ ഓൾട്ടർനേറ്റീവായിട്ട് അതിവേഗ റെയിൽ പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നു. ഇതായിരുന്നില്ലേ അഭ്യൂഹം? കേരളത്തിന് അവകാശമുള്ളത് ഇല്ലാതെ റദ്ദു ചെയ്യുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ കയ്യിൽ നിന്ന് അവകാശപൂർണമായി കിട്ടേണ്ട സാമൂഹ്യക്ഷേമ പെൻഷൻ മുതൽ, കൊയ്തിട്ട നെല്ലിന്റെ പണം മുതൽ, SSIയുടെ ഭാഗമായി ജീവനക്കാരുടെ ശമ്പളം മുതൽ, ദേശീയ ആരോഗ്യ മിഷനിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ ശമ്പളം മുതൽ എല്ലാം പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നു. ശത്രു രാഷ്ട്രത്തോടെന്നതുപോലെ കേരളത്തോട് സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിക്കുന്നു. അതിന്റെ പ്രതിനിധിയാണ്, ആ കേരള വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയാണ് ഇന്ന് തിരുവനന്തപുരത്ത് വന്ന് വാചക കസർത്ത് മാത്രം നടത്തി മുമ്പ് എല്ലായ്പ്പോഴും ചെയ്തിട്ടുള്ളതുപോലെ ഇന്ന് മടങ്ങിപ്പോയത്. അതുകൊണ്ട് മലയാളിക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് കേരള ആസ്ക്സ് മോഡി, അതായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നും ഇന്നലെയുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി മാറിയ ഹാഷ്ടാഗ്. കേരളം പ്രധാനമന്ത്രിയോട് അവകാശങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന ഈ കേരള വിരുദ്ധ സമീപനത്തെ കേരളം ചോദ്യം ചെയ്യുന്നു. എന്തുകൊണ്ട് കയ്യും വീശി വന്നു? അതിന് മുമ്പ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി വീണ എസ് നായർക്ക് വലിയ ഭയം തോന്നുന്നു. നിങ്ങൾ എന്തിനാണ് ഭയക്കേണ്ടുന്നത്? മതമാണ് പ്രശ്നം, മതമാണ് മുഖ്യം എന്ന് പ്രസംഗിച്ച KM ഷാജി നിങ്ങൾ ഭയക്കൂ. നിങ്ങൾക്കൊപ്പം ഇപ്പോൾ പുതിയ കൂട്ടുകാർ ജമാഅത്ത് ഇസ്ലാമിയെ വെൽഫെയർ പാർട്ടിയുമാണ് നിങ്ങൾ ഭയക്കേണ്ടത്, വീണയെപ്പോലുള്ളവർ. അല്ലാതെ നിങ്ങൾ ഭയക്കേണ്ടത് നരേന്ദ്രമോദിയല്ല. ഇത്തരത്തിലുള്ള ഭയങ്ങൾ നിങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് നിങ്ങളുടെ നേതാക്കന്മാരാണ്. നിങ്ങൾ അവരെ ഭയക്കൂ. പിന്നെ മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞാൽ അത് മുസ്ലിമിനെതിരെയാണെന്നുള്ള പ്രചരണമൊന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ പരിഭാഷയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെ പറയുന്നതെല്ലാം മുസ്ലിമിനെതിരെയാണെന്ന് നിങ്ങൾ അങ്ങനെ അതിൻ്റെ അട്ടിപ്പറവകാശമൊന്നും ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അട്ടിപ്പറവകാശമൊന്നും മുസ്ലിം ലീഗിന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അങ്ങ് ഭയക്കേണ്ടുന്നത് അങ്ങേക്കൊപ്പം, അങ്ങയുടെ നേതാക്കന്മാർക്കൊപ്പം കൂട്ടുകൂടിയിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ ഭയക്കണം. മതരാഷ്ട്രവാദം ഉയർത്തുന്ന വെൽഫെയർ പാർട്ടിയെ നിങ്ങൾ ഭയക്കണം. നിങ്ങൾക്കൊപ്പം അധികാരം കിട്ടിയാൽ ഞങ്ങൾക്ക് 7 മന്ത്രിമാർ വേണം എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിനെ നിങ്ങൾ ഭയക്കണം. അല്ലാതെ ഞങ്ങളെ ഭയക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ജയ്ക്ക് ഇവിടെ എയിംസ് പ്രഖ്യാപിച്ചു,
അതിവേഗ റെയിൽ പ്രഖ്യാപിച്ചു. ഇതൊക്കെ എവിടെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞേക്കുന്നത്? ആ ക്ലിപ്പിംഗ്സ് മധുവിൻ്റെ കയ്യിലുണ്ടോ? എയിംസ്, ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് എയിംസ് പ്രഖ്യാപിക്കും എന്ന്, അല്ലെങ്കിൽ മോഡിജി പ്രഖ്യാപിക്കുന്നത് രാജേന്ദ്ര ശേഖർ പറഞ്ഞ ക്ലിപ്പുണ്ടോ അങ്ങയിടയിൽ? അല്ലെങ്കിൽ അതിവേഗ റെയിൽ, നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് ഞങ്ങൾ അതിവേഗ റെയിൽ പ്രഖ്യാപിക്കും എന്ന് പറയുന്ന ക്ലിപ്പ് അങ്ങയിടയിലുണ്ടോ? അപ്പോൾ അതൊന്നും ഇല്ലല്ലോ. പിന്നെ ഇവിടെ എന്താണ് ദുരന്ത സമയത്ത് കൊടുത്ത അരിയുടെ പൈസ വരെ വാങ്ങിച്ചു, അതൊക്കെയാണ് ജയിക്കിന്റെ ആരോപണം. എവിടെയാണ് ജയിക്ക്? ഇതിന് എന്തെങ്കിലും രേഖയുണ്ടോ? ചുമ്മാ വന്നിട്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് വെറുതെ മണ്ടത്തരം വിളമ്പരുത്. അതിനകത്ത് പിന്നെ ഇത് പ്രഖ്യാപിക്കും എന്നത് എവിടെയാണ് പറഞ്ഞേക്കുന്നത്? അല്ലെങ്കിൽ അരിയുടെ പൈസ വാങ്ങിച്ചതിന്റെ കണക്ക് എവിടെയാണ്? പിന്നെ അങ്ങ് പറയുന്നത് രണ്ടാമത്തെ കാര്യം, ഇവിടെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു എന്നുള്ളത്. നിങ്ങളെന്തോ ഒരു മിനിറ്റ്, അല്ല ഞാൻ തീർക്കണം, ഒരു മിനിറ്റ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രാജു സാർ ഞാൻ ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരത്ത് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ആ എയിംസ് നമ്മുടെ കേരളീയ എയിംസ് പറഞ്ഞോ, എന്ത് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് എയിംസ് പറഞ്ഞോ, അത് നമ്മൾ നെയ്യാറ്റിൻകരയിൽ കൊണ്ടുവരും. ഒരു അവസരം തന്നാൽ എന്റെ ഉറപ്പ്, BJP NDA ഉറപ്പ്, ആദ്യത്തെ 45 ദിവസത്തിൽ ഇത് നേരത്തെ കേട്ടതിന്റെ ബാക്കി. അതായത് ഇലക്ഷൻ പ്രചാരണത്തിന്റെ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇനി കഴിയട്ടെ, നിങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേണ്ടി 1-2 വർഷമായില്ലേ? അപ്പൊ എന്തായിരുന്നു നിങ്ങൾക്ക് ഒരു MBA തന്നാൽ എന്തായിരുന്നു നിങ്ങളുടെ വാഗ്ദാനം? ഒരു മിനിറ്റ്. എയിംസ് കേരളത്തിൽ വരും. എന്റെ ആഗ്രഹം അത് തിരുവനന്തപുരത്ത് വരണം എന്നാണ്. അവിടെ എവിടെയാണ് പ്രധാനമന്ത്രി തദ്ദേശ തെരഞ്ഞെടുപ്പ് എവിടെയാണ്? ഞാൻ പറയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ സമയത്ത് നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാനത്ത് ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽ പ്രചാരണത്തിന്റെ സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണിത്. ഒരു മിനിറ്റ്. ഇനി തിരുവനന്തപുരത്തിന്റെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന നിങ്ങളുടെ വികസന രേഖയിൽ, നിങ്ങളുടെ ബ്ലൂ പ്രിന്റിനകത്ത് ഈ പറയുന്ന എയിംസ് ഇല്ല എങ്കിൽ ശരി, എയിംസ് ഇല്ല എങ്കിൽ ശരി, എനിക്ക് തർക്കമില്ല. ഇനി വേറെ ഒന്നും കൂടി ഈ എയിംസ് എന്ന് നിങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാത്രമല്ല ജിതിൻ പറഞ്ഞത്. നിങ്ങൾക്ക് തൃശ്ശൂർ നിങ്ങൾ അങ്ങ് എടുക്കാൻ നേരത്ത് പറഞ്ഞു നിങ്ങൾക്ക് എയിംസ് അവിടെ വരുമെന്ന്. ആലപ്പുഴയാണ് അതിന് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് നിങ്ങളുടെ MP പറയുന്നു. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ തന്നെ ആകണമെന്ന് നിങ്ങളുടെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. നിങ്ങൾക്ക് വരാനിരിക്കുന്ന അല്ല, തിരുവനന്തപുരത്ത് പ്രചാരണത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരത്താണ് ആഗ്രഹം, ആലപ്പുഴയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആലപ്പുഴയിലാണ് ആഗ്രഹം. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും വണ്ടി കയറിയിട്ടില്ലാത്ത ഒരു എയിംസും ഉണ്ട്, നാട് മുഴുവൻ രാഷ്ട്രീയ പ്രചാരണ വേദികളുമുണ്ട്. എന്ത് ചെയ്യാനാണ്? മാധുവിന് ഒരു കാര്യം, BJP പ്രതിനിധി എന്നതിൽ ഞാൻ ഉറപ്പ് നൽകുന്നു, കേരളത്തിൽ എയിംസ് വരും. മാധുവിന് എയിംസ് കാണാൻ സാധിക്കും. അങ്ങയുടെ മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ എയിംസ് വളരെ താമസിയാതെ, അതിവേഗം, വെരി സൂൺ, വെരി ഇമ്മീഡിയറ്റ് അങ്ങേക്ക് കാണാൻ സാധിക്കും. ഇതൊരു അത്ഭുത പ്രതിഭാസമൊന്നുമല്ല എയിംസ് എന്ന് പറയുന്നത്. അങ്ങ് പറയുന്നേട്ടാ, അങ്ങ് കവടി നിരത്തി വെച്ചിട്ട് ഒരു മിനിറ്റ്, കേരളത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും, അത് എയിംസ് ആണ്, അത് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് കാണാൻ കഴിയുമെന്ന് പറയുന്ന രീതിയാണ്. സംസ്ഥാനത്തിന് മറ്റു സംസ്ഥാനങ്ങളെ പോലെ തന്നെ ഏറ്റവും അർഹതയുള്ള, ഏറ്റവും അനിവാര്യമായി കിട്ടേണ്ടുന്ന, എത്രയും പെട്ടെന്ന് കിട്ടേണ്ടുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു കാലത്ത് വരും എന്ന് ഇത്ര അഭിമാന ബോധത്തോടു കൂടി പറയേണ്ടി വരുന്നത്. അതിവേഗം. ആദ്യം പറഞ്ഞിട്ട് 2 കൊല്ലായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പറഞ്ഞു. മാധുവിന്റെ കൺസേൺ എനിക്ക് മനസ്സിലാവുന്നു. കേരളത്തിന് എയിംസ് വേണം. ആ എയിംസ് ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ വോട്ടുള്ള ആളല്ലെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ എനിക്ക് കാണിച്ചു തരണ്ട. വോട്ട് കോർപ്പറേഷന്റെ ഭാഗമാണോ നെയ്യാറ്റിൻകര? അല്ല, തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രചാരണത്തിന്റെ സമയത്ത് പറഞ്ഞതും അതിനു മുൻപ് മറ്റൊരു സ്ഥലവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും എല്ലാം കൂടിയാണ് ഞാനിപ്പോ കേൾപ്പിച്ചത്. അങ്ങനെ പറയാം. അല്ലാതെ തിരുവനന്തപുരത്ത് വന്നിട്ട് നരേന്ദ്രമോദി എയിംസ് പ്രഖ്യാപിക്കും, അതിവേഗ റെയിൽ എന്ന് പറഞ്ഞ ജയിക്ക് പറഞ്ഞ ഞാൻ അംഗീകരിച്ചു കൊടുക്കും. ഈ റെയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ഓടുന്നതാണ്. ജയിക്ക് പറഞ്ഞതാണ്, ഞാനല്ല പറഞ്ഞത്. ഇന്നലെ മറ്റൊരു ചാനല് ഞങ്ങളുടെ ഏറ്റവും വലിയ ഫ്ലാഷ് ന്യൂസ് ഒരു നറേറ്റീവ് ഉണ്ടാക്കാണ്. കൊല്ലം തിരുവനന്തപുരത്ത് വന്നിട്ട് വന്നത് പ്രധാനമന്ത്രി സ്വാനിധി പദ്ധതി. ഇന്നേ വരെ ജീവിതത്തിൽ ക്രെഡിറ്റ് കാർഡ് സ്വപ്നം കാണാൻ സാധിക്കാത്ത പാവങ്ങളിൽ പാവങ്ങളായ 14,000-ഓളം പേർക്ക് അങ്ങനെ പറയല്ലേ. ഇവിടെ വരുമ്പോൾ എന്താ വേണ്ടുന്നത്? അകമഴിഞ്ഞ പിന്തുണ. കേരള തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഒരു ഏറ്റവും മികച്ച ടൗണുകളിൽ ഒന്നാക്കി മാറ്റും, നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റും പറഞ്ഞത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. ഒരു മിനിറ്റ് മാധു, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ എന്തോ 2 ദിവസമായിട്ട് ട്രെൻഡിങ് ആയിരുന്നു. എന്താണ് ആസ്ക് മോഡി? എന്തോ ഇതാണ് ട്വിറ്ററിന്റെ എക്സിന്റെ ട്രെൻഡിങ്. ഇതിനകത്ത് എവിടെയെങ്കിലും മാധു കാണുന്നുണ്ടോ ഇവരുടെ ഈ ക്യാമ്പയിൻ ആസ്ക് മോഡി ട്രെൻഡിങ് ചെയ്തിരുന്നത്? വെറുതെ വന്നിട്ട് ഇങ്ങനെ തെള്ളാവോ ജയിക്കെ?
എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇതാണ് ട്വിറ്ററിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചേക്കാണ്. കാരണം ഇത് വന്ന് CPM പറഞ്ഞ് എനിക്കറിയാം. ഒന്നുമില്ല, ആകെ കടകംപള്ളി സുരേന്ദ്രനും കുറച്ച് സഖാക്കന്മാരും പോസ്റ്റ് ഇട്ട്. പക്ഷേ റെയിൻകോട്ട് വാങ്ങിക്കാനൊന്നും എന്തായാലും പ്രധാനമന്ത്രി കാശ് തരാൻ പോകുന്നില്ല. അത് ആ കടകംപള്ളി പറഞ്ഞു കൊടുത്തായിരുന്നു. മനസ്സിലായില്ല, വ്യക്തമാക്കാമോ? വ്യക്തമാക്കാം. ആരാണ് റെയിൻകോട്ട് ചോദിച്ചത്? ആരാണ് ഫോണിലൂടെ റെയിൻകോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരാണെന്ന് അങ്ങ് പരിശോധിച്ചാൽ മതി. പഴയ കാലം. ഓക്കെ, ജയ്ക്ക് കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇത് നോക്കൂ, ഈ പറഞ്ഞതിൽ വീണ എസ് നായർ അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിന് ജിതിൻ ഇവിടെ മറുപടി പറഞ്ഞത് വ്യക്തമാണ്. അത് UDFന്റെ അടുത്ത കാലത്തെ രാഷ്ട്രീയ ബന്ധങ്ങളെ കുറിച്ചാണ്. നോക്കൂ, CPM ജമാഅത്തെ ഇസ്ലാമി ബന്ധവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കെതിരെ കടുത്ത രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് മാവോയിസ്റ്റ് അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് എങ്ങനെ ആര് ബ്രീഫ് ചെയ്ത് കൊടുത്തു എന്നും എനിക്കറിയില്ല. പക്ഷേ മാവോയിസ്റ്റിനേക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റ് ചോദിച്ചോട്ടെ. ഓക്കെ, മാവോയിസ്റ്റ് അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ പറയുന്ന നിങ്ങളുടെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ, അതിൽ അദ്ദേഹം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി UDFന്റെ ഘടകകക്ഷിയാണോ? ഇദ്ദേഹം ഇവിടെ BJPയുടെ പ്രതിനിധി മുസ്ലിം ലീഗിനെയൊക്കെ വല്ലാതെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് മറിക്കുന്നത് കേട്ടു. മുസ്ലിം ലീഗിനെ കുറിച്ച് ഞാൻ പറയട്ടെ, കേരളത്തിലെ ഞാൻ അറിയുന്ന ഏറ്റവും നല്ല സെക്യുലർ പാർട്ടികളിലൊന്നാണ് മുസ്ലിം ലീഗ്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സ്മിജി ഉണ്ണികൃഷ്ണൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ താങ്കൾക്ക് ക്ലാസ് എടുത്ത് തരേണ്ട കാര്യമൊന്നുമല്ലല്ലോ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ പല ചർച്ചകളും, വർഗീയമായ ചർച്ചകൾ നടക്കുമ്പോൾ മലപ്പുറത്തെ DCC പ്രസിഡന്റ് ശ്രീ VS ജോയ് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഞാൻ വായിക്കാൻ തയ്യാറാണ്. പക്ഷെ അത്രയും സമയം ഈ ചർച്ചയിൽ വിനിയോഗിക്കണമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് എനിക്ക് സംശയം. എങ്കിലും ഞാൻ വായിക്കാം. മലപ്പുറത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF പാനൽ ജയിച്ച കോൺഗ്രസ് ജനപ്രതിനിധികളുടെ എണ്ണം 666 ആണ്. അതിൽ അമുസ്ലിം സഹോദരങ്ങളുടെ എണ്ണം 319 ആണ് എന്ന് തുടങ്ങി അദ്ദേഹം വലിയ നീണ്ട ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ദയവേത് അങ്ങ് അതെടുത്ത് വായിക്കണം എന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ വർഗീയതയെക്കുറിച്ച്, പച്ച വർഗീയതയെക്കുറിച്ച് മോദിയും താങ്കളടക്കമുള്ള ആൾക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം, ചുരുക്കം ദിവസങ്ങൾക്ക് മുമ്പ് ഒഡീഷയിൽ ഒരു വൈദികന്റെ വായിലേക്ക് ചാണകം തിരികെ കയറ്റിയ ഒരു വാർത്ത നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് കാലത്തോട് അനുബന്ധിച്ച് CSI വൈദികനായിട്ടുള്ള മലയാളിയായിട്ടുള്ള ഒരു പാവപ്പെട്ട അച്ഛനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അടക്കമുള്ളവരെ കൺവേർഷൻ അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ അങ്ങ് ആക്രമിച്ച വാർത്ത മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നിന്ന് വന്നത് നമ്മൾ കേൾക്കുകയുണ്ടായി. അപ്പോൾ എന്താണ് BJP ഈ രാജ്യത്ത് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഈ രാജ്യത്ത് ജീവിക്കുന്ന പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ആളുകളോട് നമുക്ക് ചോദിച്ചാൽ മനസ്സിലാകും എത്ര പള്ളികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പിന്തുണ UDF സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ, ഘടകകക്ഷിയാണോ അല്ലയോ എന്നുള്ളതല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പിന്തുണ UDF സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ? നോക്കൂ മാധു, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന് ഞാൻ കൃത്യമായി ഉത്തരം പറഞ്ഞു. നമ്മുടെ ഘടകകക്ഷി അല്ല. നമ്മുടെ വിശ്വസിക്കുന്നില്ല. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു UDFന്റെ ഘടകകക്ഷി അല്ല എന്നുള്ളത്. ഇവിടെ നോക്കൂ മാധു, ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വരവിൽ ഞാൻ പറഞ്ഞു, അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്ത വിഭജന രേഖയ്ക്കപ്പുറം ജനങ്ങൾ പ്രതീക്ഷിച്ച ഒരു വികസന രേഖയുണ്ട്. ആ വികസന രേഖയെക്കുറിച്ച് മാധു പറഞ്ഞു, മാധു തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ടർ അല്ല എന്ന്. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ടറാണ്. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം മാധ്യമങ്ങളുടെ അടക്കം ശ്രദ്ധയിലേക്ക്, പൊതുജനങ്ങളുടെ ചർച്ചയിലേക്ക് ഇടാൻ എനിക്ക് താല്പര്യമുണ്ട്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം വികസനം അല്ലെങ്കിൽ നടക്കേണ്ട പ്രധാനപ്പെട്ട 2 കോർപ്പറേഷൻ ഏരിയ എന്ന് പറയുന്നത്, ഒന്ന്, എല്ലാ കോർപ്പറേഷനും തുല്യ പ്രാധാന്യമുണ്ട്, ഇല്ല എന്നല്ല, പ്രത്യേകിച്ച് തലസ്ഥാനം എന്നുള്ള നിലയിൽ തിരുവനന്തപുരവും അതുപോലെ എറണാകുളവും നമ്മളൊന്ന് പരിശോധിക്കാം. തിരുവനന്തപുരത്തെ പോപ്പുലേഷൻ ഒരു കോർപ്പറേഷനെ മെട്രോ സിറ്റി ആയിട്ട് പ്രഖ്യാപിക്കാൻ 10 ലക്ഷം, 1 മില്യൺ റിക്വയർഡ് ആയിട്ടുള്ള മിനിമം പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അത് 20 മില്യൺ വരെ ആയാൽ, 2 മില്യൺ വരെ ആയിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കാണാനിടയായി. പക്ഷെ വസ്തുതാപരമായി അത് 1 മില്യൺ ആണ്, 10 ലക്ഷമാണ്. 2011 സെൻസസ്
സെൻസസ് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. തിരുവനന്തപുരം നഗരത്തിൽ ഏതാണ്ട് 10 ലക്ഷത്തിനോടടുത്ത് പോപ്പുലേഷൻ അന്ന് തന്നെയുണ്ട്. എറണാകുളത്തെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, 3.2 മില്യൺ ആണ്. ഈ വികസനത്തെക്കുറിച്ച് വായിട്ട് അലക്കി മറിക്കുന്ന ഈ BJPയുടെയും CPMന്റെയും ഒക്കെ നേതാക്കന്മാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ അർഹിക്കുന്ന വികസനം, തിരുവനന്തപുരത്തിന് മെട്രോ അടക്കമുള്ള വികസനങ്ങൾ, തിരുവനന്തപുരം നഗരത്തിന്, കേരളത്തിന് ഇന്നും എറണാകുളത്തിന് അപ്പുറത്തേക്ക് തിരുവനന്തപുരത്തോ കോഴിക്കോടോ ഒന്നും വരെ മെട്രോ കണി കാണാൻ ഇന്ന് വരെയും പറ്റിയിട്ടില്ല. ഇനി വിഴിഞ്ഞം റിംഗ് റോഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസനം, ഇനി ഒന്ന് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ തന്നെയാണ് എന്നാണ് ഞാൻ ഓർക്കുന്നത്, റിംഗ് റോഡ് അപഹരിച്ച ജീവിതങ്ങൾ എന്നോ മറ്റോ പറഞ്ഞ് ഞാനൊരു സ്റ്റോറി കാണാനിടയായി. എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നതിന് ഏതാനും മീറ്ററുകൾക്ക് അപ്പുറത്ത് റിംഗ് റോഡിന്റെ മഞ്ഞക്കല്ലിട്ടിട്ട് വർഷം 2.5-3 വർഷമായി. അവർക്ക് ഗത്യന്തരമില്ലാതിരിക്കുകയാണ്. ആ പ്രോപ്പർട്ടി ഒന്നും ചെയ്യാം. ഇവിടെ വിഴിഞ്ഞം റിംഗ് റോഡ് വരുമെന്ന് പറഞ്ഞ് അത് കിട്ടാക്കനിയായി ഇങ്ങനെ കാത്തിരിക്കുന്ന അവസ്ഥയാണുള്ളത്. നാഷണൽ ഹൈവേയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 66നെ കുറിച്ച് 2 കൂട്ടരും റീലിട്ട് മറിക്കും. പക്ഷേ പൊളിഞ്ഞ് ഗർഡർ തലയിൽ വീണ് ആളുകൾ മരിക്കുന്ന നാഷണൽ ഹൈവേ വികസനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം ബാലരാമപുരം അണ്ടർഗ്രൗണ്ട് റൂറൽ കണക്ടിവിറ്റി എന്തായി? ഇവിടെ എന്ത് വികസനമാണ് ഇവര് കൊണ്ടുവന്നിട്ടുള്ളത്? അപ്പൊ വികസനം പരിഗണിക്കും എന്നുള്ള കാര്യം പിന്തുണ കൈ നിറയെ കൊണ്ടുവന്നു എന്നുള്ളതാണ് BJP പ്രതിനിധി വ്യക്തമാക്കുകയും ചെയ്തത്. ഞാൻ ജേക്കിലേക്ക് വരാം, ഒരു ഇടവേള എടുത്തു വരാം. ശ്രീ ജെയ്സി തോമസ്, കൗതുകകരമായ ഒരു കാര്യം, ശ്രീ വി ശിവൻകുട്ടിയുടെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പുള്ള ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ മേയറെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്നതിലുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ് പരസ്യമാക്കുകയാണ്. ഞങ്ങളുടെ മേയറെ ഞങ്ങൾ ക്ഷണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കമ്മ്യൂണിസ്റ്റ് എന്ന് ചോദിക്കില്ലേ? അത് മേയറെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ നമ്മളുടെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ പല മാധ്യമങ്ങളുടേതായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ ആ കാര്യത്തിലേക്ക് വരിക തന്നെ ചെയ്യാം. പക്ഷേ ബഹുമാന്യനായ BJPയുടെ പ്രതിനിധി അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ അവസരത്തിൽ ഈ പ്രളയകാലത്ത് അരിയുടെ തുക കേരളത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോയില്ലേ സഹായം നൽകാതെ. ഞാനത് പറയുമ്പോൾ അദ്ദേഹം എന്നെ ആക്ഷേപിച്ചത് മണ്ടത്തരം പറയുന്നു, അല്ലെങ്കിൽ എവിടെ നിന്നോ കേട്ടിട്ട് വന്നിട്ട് ഈ ടെലിവിഷൻ സംവാദത്തിൽ വന്ന് തള്ളുന്നു, ഇങ്ങനെയൊക്കെയാണ്. ഞാൻ മനസ്സിലാക്കുന്നു മാതൃഭൂമി പോലെ നമ്മുടെ നാട്ടിൽ ആളുകൾ കാണാൻ താല്പര്യപ്പെടുന്നൊരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ ഫ്ലോറിൽ നമ്മളൊക്കെ ചർച്ചയ്ക്കിരിക്കുമ്പോൾ അല്പം കൂടെ സ്വീകാര്യതയും മാന്യതയും ഒക്കെയുള്ള വാക്കുകളും പ്രയോഗങ്ങളും നമുക്ക് പരസ്പരം ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങേക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. എന്തായാലും അങ്ങ് ചോദിച്ച ചോദ്യത്തിന് അതിൻ്റെ മറുപടി, മാതൃഭൂമിയുടെ ദിനപത്രം തന്നെ പ്രസിദ്ധീകരിച്ച വാർത്ത ഞാൻ ആങ്കറുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ PCR സമക്ഷത്തേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങ് ആ വാർത്ത ഒന്ന് സംപ്രേഷണം ചെയ്യുവോ, അല്ലെങ്കിൽ ആ വാർത്തയെ സംബന്ധിച്ചൊരു വാചകമെങ്കിലും പറയുകയോ ചെയ്താൽ BJP പ്രതിനിധിക്ക് ഇതിനെ സംബന്ധിച്ചുള്ള സംശയം ഞാൻ പറഞ്ഞത് മണ്ടത്തരമാണോ? 205 കോടി അതിൽ അലൗട്ട് ചെയ്ത തുക തിരികെ വാങ്ങാൻ ഉള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്ന് മാതൃഭൂമി അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല ജേക്ക്. യെസ്, ഞാൻ അതിനകത്ത് അപ്പൊ BJP പ്രതിനിധിയുടെ ആശങ്കകൾക്ക് ഞാൻ അങ്ങ് മണ്ടത്തരം പറഞ്ഞെന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം ഞാൻ രാഷ്ട്രീയം പഠിച്ചത് അങ്ങയുടെ സ്കൂളിൽ നിന്നല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ മാതൃഭൂമിയുടെ വാർത്തയുടെ ആദ്യ വാചകം പ്രേക്ഷകർ നിർബന്ധമായും ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണ്? മാതൃഭൂമിയുടെ രാജ്യ തലസ്ഥാനത്ത് ന്യൂഡൽഹിയിൽ നിന്നുള്ള വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്നു, ദ സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ഇഷ്യൂഡ് ആൻ അൾട്ടിമാറ്റം ടു ദ കേരള ഗവൺമെന്റ് warning of action over non-payment of rupees 205.81 crore for the rice allotted as flood relief during 2018-19. If the state fails to settle the amount, the center will recoup the amount from SDRF. അതായത് 2018-19 പ്രളയ കാലയളവിൽ കേരളത്തിന് അരി നൽകിയവ, പ്രളയബാധിതർക്കായിട്ടുള്ള മലയാളികൾക്ക് അരി നൽകിയ വകയിലെ 205.81 കോടി രൂപ യൂണിയൻ ഗവൺമെന്റ് കേരളത്തോട് പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നു. അത് നൽകിയില്ലെങ്കിൽ എന്താണ് അൾട്ടിമാറ്റം എന്ന് മാതൃഭൂമിയുടെ രാജ്യ തലസ്ഥാനത്ത് ന്യൂഡൽഹിയിലെ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയുടെ പ്രധാനപ്പെട്ട വാചകം എന്താണ്? ഈ പൈസ കേരളം നൽകിയില്ലെങ്കിൽ, ഏത് നമ്മൾ പ്രളയത്തിൽ ദുരന്തം അനുഭവിച്ച മലയാളികൾക്ക് അരി കൊടുത്ത വകയിലുള്ള 205.81 കോടി കേരളത്തിലെ ഗവൺമെന്റ് നൽകിയില്ലെങ്കിൽ നമ്മുടെ SDRF ഫണ്ടിൽ നിന്ന് അത് പിടിച്ചെടുക്കും. അല്ലേ? ഇവരാരാ? ഇവർ പിടിച്ചു പറയ സംഘമാണോ? നമ്മുടെ നാട്ടിൽ ഈ യൂണിയൻ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? എന്റെയും ആങ്കറുടെയും ചർച്ചയിലിരിക്കുന്ന ആളുകളുമൊക്കെ ഇറച്ചിയും പാലും മുട്ടയും മീനും പച്ചക്കറിയും ഫലവ്യഞ്ജനവും വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നികുതി,
ആ നമ്മുടെ വിയർപ്പിപ്പ്, ആ വിയർപ്പിന്റെ ഓഹരിയാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലാതെ ഒരു RSS നേതാവിന്റെ തറവാട്ടിൽ അയാളുടെ കാരണവർ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തിന്റെ വിഹിതമല്ല മലയാളി ചോദിക്കുന്നത്. അത് പറയുമ്പോഴോ അത് ആന്ധ്രയ്ക്ക് നൽകും, തമിഴ്നാടിന് നൽകും, സിക്കിമിന് നൽകും, UP-ക്ക് നൽകും, പ്രയാഗ്രാജിന് നൽകും. പക്ഷെയോ വയനാട് ഉൾക്കൊള്ളുന്ന കേരളത്തിന് അണാ പൈസ നൽകില്ല. ഇങ്ങോട്ടേക്ക് അരി കൊടുത്തകച്ചാൽ, ഇങ്ങോട്ടേക്ക് കുടിവെള്ളം കൊടുത്തകച്ചാൽ, ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്ന വിമാനത്തിൽ ഇന്ധനം ഒഴിച്ചാൽ അതിന്റെ പണം മര്യാദയ്ക്ക് തന്നില്ലെങ്കിൽ SDRF എന്ന് പറയുന്ന കേരളത്തിന്റെ പോക്കറ്റിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോകും. ഇത് കാണിക്കുന്നത് ശുദ്ധ മര്യാദകേടല്ലേ? എന്തുകൊണ്ട് ഇത് കാണിക്കുന്നു? ഈ ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അപ്പൊ പറയുകയാണ് ഇത് മണ്ടത്തരമാണെന്ന്. ഇത് മണ്ടത്തരമാണെങ്കിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ആ മണ്ടത്തരം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ഏഴയലത്തേക്ക് ഇപ്പോഴും സംഘപരിവാരത്തെ അടുപ്പിക്കാത്ത സംസ്ഥാന രാഷ്ട്രീയ മണ്ഡലമാക്കിയിട്ട് ഇപ്പോഴും കേരളം നിലനിൽക്കുന്നത്. ഇത് പറയുമ്പോഴോ എന്നിട്ട് ഞാൻ എത്ര കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. എയിംസിനെ കുറിച്ചും അതിവേഗ റെയിലിനെ കുറിച്ചും ഒന്നും പറഞ്ഞത് ഞാനല്ല. അങ്ങയേക്കാൾ വലിയ അങ്ങയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കന്മാർ തൃശ്ശൂരും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും മാറി മാറി പൊതുയോഗം നടത്തി സംവാദങ്ങളിൽ പങ്കെടുത്ത് കേരളത്തിലെ ജനങ്ങളോട് പറയുന്ന വാചാടോപമാണ്, പച്ച നുണയാണ്. അതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതാണ്. ഓർമ്മിപ്പിക്കുമ്പോൾ അങ്ങേക്ക് പൊള്ളലുണ്ടാവുക സ്വാഭാവികം. പക്ഷെയോ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത് എന്തുകൊണ്ട് കേരളത്തിന് കിട്ടുന്നില്ല എന്നുള്ളത് ഉള്ളുനൊന്ത പ്രതിഷേധത്തോടു കൂടെ മലയാളി ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഈ ഭൂപടത്തിന്റെ ഭാഗമല്ലേ എന്ന് ചോദിക്കേണ്ട അന്തരീക്ഷം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ചെയ്യുകയല്ലേ നമ്മുടെ നാട് നേടിയെടുത്ത നല്ല മുന്നേറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് അതുകൊണ്ട് കേരളത്തിന് പണം നൽകേണ്ടതില്ല എന്ന ശത്രുതാ സമീപനമല്ല സ്വീകരിക്കുന്നത്. അല്പാഴ്ചകൾക്ക് പുറകിൽ ഇപ്പൊ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ ഇവിടെ വന്ന് സംസാരിച്ചു പോയല്ലോ. IIM-ന്റെ കോഴിക്കോട് IIM-ന്റെ ഡയറക്ടർ ഡോക്ടർ ദേബാഷിസ് ചാറ്റർജിയുടെ അഭിമുഖം എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ചു. അഭിമുഖത്തിന്റെ ലീഡ് വാചകം BJP നേതാവ് ശ്രദ്ധിക്കണം. നിങ്ങൾ ഇൻഡോർ നഗരസഭയാക്കി തിരുവനന്തപുരത്തെ മാറ്റുമെന്നല്ല നിങ്ങൾ പറഞ്ഞത്. എന്താ ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ കേരളവും തമ്മിലുള്ള താരതമ്യം? CPM-കാരനല്ലാത്ത ഇടതുപക്ഷാഭിമുഖ്യം തെല്ലുമില്ലാത്ത ദേബാഷിസ് ചാറ്റർജിയുടെ അഭിമുഖത്തിലെ ലീഡ് വാചകം അദ്ദേഹം പറയുന്നത് ഡോണ്ട് ട്രൈ ടു കൺഫ്യൂസ് മീ, എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് കേരള ഷാൽ ബി കമ്പയർഡ് വിത്ത് നോർത്തേൺ യൂറോപ്പ് എന്നാണ്. അതിന്റെ ഹെഡിങ് അതാണ്. എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും പ്രൗഢഗംഭീര വിദ്യാഭ്യാസ സ്ഥാപനമായ IIM-ന്റെ കോഴിക്കോട് ഡയറക്ടർ പറയുകയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം സമീകരിക്കേണ്ടത്, തുലനം ചെയ്യേണ്ടത് യൂറോപ്പുമായിട്ടാണെന്നുള്ളത്. ആ നേട്ടം നേടിയെടുത്ത സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേറ്റില് യൂറോപ്പിനോട് കടപിടിക്കാൻ കഴിയുന്ന മികവ്, അതോടൊപ്പം തന്നെ അന്തർദേശീയ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ രംഗം, ഇതൊക്കെ നേടിയെടുത്ത കേരളത്തിനാണ് എന്ത് നൽകുന്നത്? SSI-യുടെ ഫണ്ട് നൽകില്ല, ഇവിടുത്തെ സ്കൂളുകൾ കുട്ടിച്ചോറാക്കും എന്നിവർ പ്രഖ്യാപിക്കുന്നത് ഇല്ലേ? കർഷകർക്ക് കിട്ടിയതായിട്ട് 2020 മുതൽ കിട്ടിയിട്ടില്ല. ശരി ജിതിൻ, ഇത് നോക്കൂ, അങ്ങ് ഈ ഞാൻ കോൺഗ്രസ് പ്രതിനിധിക്ക് മുമ്പ് മറുപടി പറഞ്ഞിരുന്നില്ല. കോൺഗ്രസ് പ്രതിനിധിയുടെ മുമ്പ് മറുപടി പറഞ്ഞില്ല. വർഗീയതയ്ക്കെതിരെയുള്ള മതനിരപേക്ഷ രാഷ്ട്രീയം നമ്മളെല്ലാവരും ഉയർത്തിപ്പിടിക്കണം കോൺഗ്രസ് നേതാവേ, ഒരു സംശയവുമില്ല. പക്ഷേ ഗോൾവൽക്കറുടെ ചിത്രം കാണുമ്പോൾ മുട്ടിലെഴഞ്ഞ് മൗദൂദിയുടെ മടിയിൽ കിടന്നിട്ടല്ല വർഗീയതയ്ക്കെതിരെ പ്രസംഗിക്കേണ്ടത്, വർഗീയതയ്ക്കെതിരെ പ്രവർത്തിക്കേണ്ടത്. വർഗീയവാദികളായിട്ടുള്ള സകല അലവലാദികൾക്കെതിരെയും അതിശക്തമായ നിലപാട് സ്വീകരിക്കണം, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണം. മൗദൂദിയുടെ മടിയിൽ കിടന്ന് ഗോൾവൽക്കറുടെ ചിത്രത്തിന് നിലവിളക്ക് കൊളുത്തിയിട്ടാവരുത് ഈ കാര്യങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കേണ്ടത്. ദേശീയവാദത്തെ കുറിച്ച് കൂടെ അങ്ങ് പറഞ്ഞല്ലോ, ഒറ്റവാദ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തുറന്നു വെച്ച ആപ്പീസ് അടച്ചുപൂട്ടി ഇവിടെ നിന്ന് വണ്ടി വിട്ടിരുന്നു. അങ്ങയുടെ നേതാവ് ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇവിടെ ഒരു ചുക്കും നടക്കില്ല എന്ന് പറഞ്ഞിരുന്നു. 6000 കോടി സ്ഥലം ഏറ്റെടുപ്പിന് അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഒരാളുടെയും കണ്ണീർ വീഴാത്ത ദേശീയപാത കേരളത്തിൽ ശരി. ശ്രീ ജിതിദേവ്, അങ്ങ് ചർച്ചയുടെ ഇടയ്ക്ക് പറഞ്ഞു, ആ സമയത്ത് ഞാൻ ഇടപെട്ടു, അന്ന് ഞാൻ ഓർത്തില്ല, പിന്നെയാണ് ഓർക്കുന്നത്. അങ്ങ് പറയാണ് അങ്ങനെ ഒരു കോർപ്പറേഷന്റെ പരിധിയിലേക്ക് വന്നൊരു പ്രധാനമന്ത്രിക്ക് കേന്ദ്രത്തിന്റെ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന്. അപ്പൊ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ കാലം മുഴുവൻ ഡബിൾ എഞ്ചിൻ ആയിരിക്കും കോർപ്പറേഷൻ ഭരണം BJP നേടിയാൽ എന്ന് പറഞ്ഞതോ? അതായത് കോർപ്പറേഷൻ ഭരണം BJPക്ക് അനുകൂലമായി വിധി എഴുതുകയാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ഡയറക്റ്റ് എന്നല്ലേ നിങ്ങൾ ഈ ഇലക്ഷൻ കാലം മുഴുവൻ പറഞ്ഞത്? അങ്ങനെ ചോദ്യത്തിലേക്ക് വരാം. അതിന് മുമ്പ് ശ്രീ വീണ നായർ പറഞ്ഞ 1-2 കാര്യങ്ങൾക്ക് മറുപടി അത് പറഞ്ഞിട്ടേ പറ്റുള്ളൂ. മധു അങ്ങനെ കഴിഞ്ഞിട്ട് പറഞ്ഞാലും മതി. അല്ല, അപ്പൊ നിങ്ങൾ വീണ്ടും പോകത്തില്ലേ അടുത്ത ആളിലേക്ക്? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഇവിടെ പറഞ്ഞ എന്താണ്, തെറ്റിച്ച് പോയി, എവിടെയായിരുന്നു എഴുതി വെച്ചത്, അത് പോയി. നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമി നിങ്ങളുടെ ഘടകകക്ഷികളെന്ന് പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട ഞങ്ങൾക്ക് എന്ന് പറയാനുള്ള തൻ്റെ ഇടം വീണ നേർക്കുണ്ടോ? ഞാൻ വെല്ലുവിളി ചോദിക്കുന്നു. നിങ്ങൾക്കുണ്ടോ തൻ്റെ ഇടം? മുസ്ലിം ലീഗിനെ പറ്റി പറഞ്ഞു KM ഷാജി പറഞ്ഞ മതമാണ് പ്രശ്നം, അല്ലെങ്കിൽ മതത്തിന് വേണ്ടിയിട്ടാണ് അധികാരം നേടിയെടുക്കേണ്ടത് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ നിഷേധിക്കൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിനെ തള്ളി പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അങ്ങ് പറയാൻ തയ്യാറായാൽ ബാക്കിയുള്ള മറുപടി ഞാൻ പറയാം. ഇനി രണ്ടാമത്തെ കാര്യം, ജയ്ക്ക് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ജയ്ക്ക് ഇവിടെ പൈസ തിരിച്ചു ചോദിച്ചു, മറ്റു ചെയ്തു കാര്യങ്ങളൊക്കെ. അഡീഷണലി ഇതിന്റെ ബാക്കിയോടെ ഞാൻ വായിക്കാം. അഡീഷണലി ദ യൂണിയൻ ഗവൺമെന്റ് ഫൈൽഡ് എ സ്റ്റേറ്റ്മെന്റ് ഷെയറിംഗ് ദാറ്റ് ദ ഹൈ ലെവൽ കമ്മിറ്റി ഫോർ ദ അസിസ്റ്റൻസ് ഹാസ് അപ്രൂവ്ഡ്
153.467 crore from NDRF for the state. SDRF ഇന്ന് പൈസ തിരിച്ചു ചോദിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ അരിയുടെ പൈസ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഈ ചില ബാലൻസ് ഷീറ്റ് അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ചില കത്തടപാടുകൾ മാത്രമാണ്. ആവശ്യമില്ലാതെ അങ്ങ് ജനങ്ങളെ വന്ന് തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അത് ചോദിച്ച കാര്യം, ഇവിടെ ഞാൻ പറഞ്ഞു, ഒരു പ്രധാനമന്ത്രിക്ക് വന്ന് പദ്ധതി പ്രഖ്യാപിക്കാൻ സാധിക്കുമോ? പ്രധാനമന്ത്രിക്ക് പറയാൻ സാധിക്കും. ഒരു ട്രിപ്പിൾ എഞ്ചിൻ അങ്ങ് പറഞ്ഞതിൽ വ്യത്യാസമുണ്ട്. അതായത് NDRF ഫണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദുരന്തം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്ന ഫണ്ടല്ല. അല്ല. പക്ഷേ ഈ ദുരന്തമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ മാത്രം അനുവദിച്ച അരി, ഞാൻ പറയട്ടെ, അതിന്റെ തുകയാണ് തിരിച്ചു ചോദിച്ചത്. ഇത് നോക്കൂ, നമ്മുടെ വീട്ടിലേക്ക് അയൽവക്കത്ത് വീടിടിഞ്ഞ് വീണ ഒരു മനുഷ്യൻ ഓടിക്കയറി വന്നാൽ അവർക്ക് രാത്രി ഭക്ഷണം കൊടുക്കും, കിടക്കാൻ ഇടം കൊടുക്കും, പിറ്റേന്ന് രാവിലെ നിങ്ങൾ പൈസ വെച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്ന രീതി മനുഷ്യത്വമുള്ള ആർക്കുമില്ല. അങ്ങ് പറഞ്ഞോളൂ. ശരി, ഇപ്പൊ ജയിക്ക് ചോദിച്ച ഉത്തരത്തിനുള്ള മറുപടി ഉണ്ട്. നരേന്ദ്രമോദിയുടെ RSSന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് ഇതൊക്കെ ഇത് ഗവൺമെന്റ് ജനങ്ങളുടെ പൈസയാണ്. ജയിക്കും ഞാനും ഒക്കെ അരിയും പാലും മുട്ടയൊക്കെ വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന നികുതി പണത്തിന്റെ പൈസയാണ്. അല്ലാതെ നരേന്ദ്രമോദിക്ക് എന്നിട്ട് 500 കോടി ഇങ്ങോട്ട് 300 കോടി ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു മിനിറ്റ് മാധു, ഞാൻ പറയട്ടെ. അങ്ങനെ എടുത്ത് അങ്ങോട്ട് പറയാൻ സാധിക്കുന്ന കാര്യങ്ങളൊന്നും, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ മാധു, അങ്ങനെ പറയാൻ സാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ പിണറായി വിജയൻ പോയിട്ട് തെളിയില്ലേ? എന്താ പറഞ്ഞത്? നിങ്ങൾ വിദേശത്ത് ജോലി നഷ്ടപ്പെടുന്നത് എല്ലാവരും ഇങ്ങോട്ട് പോവാ, ഞങ്ങൾ ശമ്പളം കൊടുത്തല്ലോ. ആർക്കെങ്കിലും കൊടുത്ത മാധു അറിയോ? ആർക്കെങ്കിലും കൊടുത്തിട്ടുള്ളതായിട്ട് അങ്ങനെയുള്ള തള്ളൊന്നും മുകളിൽ വയനാട്ടിൽ വന്നിട്ട് ഈ അടിയന്തരമായ ധനസഹായം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് പോയത് തള്ളായിരുന്നോ? ഒരു സാധനം വായിച്ചേപ്പിക്കും, അതിനുള്ള ഉത്തരവ് അതിനകത്തുണ്ട്. ഇതാ കേട്ടോളൂ. 520 crore central aid for Wayanad landslide victims remain unspent, says Union Minister. In the written reply of Attingal MP Adur Prakash in the Lok Sabha, Minister of State for Finance Pankaj Chaudhary said that the 529 crore was released to Kerala on February 11, 2025 under the Special Assistance of State Capital Investment 2025 scheme, but that has only been transferred to the state account of the Disaster Management Department. As soon as August 12, 2025, no expenditure has been incurred from this account. വായിച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണം കൊടുത്താൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് ജയ്ക്ക് ഉദ്ദേശിച്ച ജയ്ക്ക് പറഞ്ഞത് കൃത്യമായി 2018-19 പ്രളയവുമായി ബന്ധപ്പെട്ടാണ്. അല്ല, ഞാൻ വയനാട് പറയട്ടെ മാധു, ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അല്ല. ജയ്ക്ക് ചോദിച്ചത് പ്രളയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ. കൊടുത്തിട്ടുണ്ടോ മാധു പൈസ? അരിയുടെ പൈസ കൊടുത്തിട്ടുണ്ടോ? മാധു പരിശോധിക്കും. അരിയുടെ പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന് മാധു പരിശോധിക്കൂ. അതൊന്നും നടന്നിട്ടില്ല. ചുമ്മാ അദ്ദേഹം വെറുതെ പറയുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, എന്താണ് മാധു ചോദിച്ച ചോദ്യം, ഒരു പ്രധാനമന്ത്രിക്ക് പറയാൻ സാധിക്കുമോ? നോക്കൂ, ഒരു പ്രധാനമന്ത്രി ഒരു പദ്ധതി പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ ആ പദ്ധതി സംബന്ധിച്ചുള്ള ഒരു DPR തയ്യാറാക്കി അദ്ദേഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോഴാണ് ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് പൈസ വകയിരുത്തുന്നത്. ഇപ്പൊ പ്രധാനമന്ത്രി ആവാസ് യോജന ശരിയല്ല മാധു, ഞാൻ പറയട്ടെ മാധു, ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് കേക്ക് മാധു, എന്തിനാണ് ഇത്രയും പെട്ടെന്ന് ചാടി പോകുന്നത്? ഒരു പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പുതിയ ഫേസ് വരാൻ പോകുന്നു. ആ ഫേസ് തിരുവനന്തപുരത്ത് വീടില്ലാത്ത പാവത്തങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടും. കേരളത്തിൽ അദ്ദേഹം കണക്ക് പറഞ്ഞിട്ടുണ്ട്, എത്രയോ ലക്ഷം പേർക്ക് വീട് കിട്ടിയതിന്റെ കണക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ കോർപ്പറേഷന്റെ മേയർ ശ്രീ VV രാജേഷ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഫെബ്രുവരി മാസത്തിൽ ഡിഫറെന്റ് കോൺക്ലേവുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ കോൺക്ലേവുകളിൽ നിന്ന് ഉയർത്തിരുന്ന ആശയങ്ങൾ വിദഗ്ധരുടെ സഹായത്തോടെ ഞങ്ങൾ തയ്യാറാക്കി ഞങ്ങൾ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കും. നോക്കൂ, 1940 ഒക്ടോബർ മാസം 30 രൂപീകൃതമായ ഒരു കോർപ്പറേഷനിൽ 25 ദിവസം മുമ്പ് ഭരണം കിട്ടിയ BJP അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്നൊക്കെയാണ് വീണ നായർ പറയുന്നത്. റിംഗ് റോഡ് പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു. ഒരു മിനിറ്റ്, 25 ദിവസം പ്രായമായിട്ടുള്ള ഒരു കോർപ്പറേഷൻ ഭരണത്തെയാണോ വിലയിരുത്തേണ്ടത്? അതോ ഈ പറഞ്ഞ 10, 80 വർഷം 70 വർഷക്കാലത്തോളം ഈ നാട് ഭരിച്ചിട്ടും ഈ നാടിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യ വികസനം പോലും സാധ്യമാക്കാത്ത ഈ രണ്ട് മുന്നണികളെയാണോ ജനം പഴിക്കേണ്ടത്? ഇനി ഞാൻ പറയണേ, അരിയുടെ പണം സർക്കാർ തിരികെ ചോദിച്ചില്ല എന്ന് പറയോ? ഇല്ല, ചോദിച്ചു. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല. സംസ്ഥാനം അത് തിരികെ കൊടുക്കുന്നില്ല എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. വലിയ തോതിൽ ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിവാദം ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും ചെയ്യാൻ കഴിയില്ല, നിയമപരമായി ഇതിലൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ സർക്കാർ അത് കൊടുക്കാൻ തയ്യാറായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കൊടുത്തുവിട്ടും ഉണ്ടാവില്ല. ഇതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം നോക്കൂ, 27 ദിവസം പ്രായമായ ഒരു കോർപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതല്ല. നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച ആദ്യ വാഗ്ദാനം നിങ്ങൾക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല എന്നേ പറഞ്ഞുള്ളൂ. അത് പ്രധാനമന്ത്രി ഇവിടെ വന്ന് 45 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ ഈ കോർപ്പറേഷനെ ലോകോത്തരമാക്കാനുള്ള ബ്ലൂ പ്രിന്റ് അനൗൺസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അനൗൺസ് ചെയ്തില്ല. അത് നോക്കൂ, ജനങ്ങൾക്ക് അവരുടെ മുന്നിൽ വെക്കുന്ന ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു വാഗ്ദാനം ലംഘിക്കപ്പെട്ടാൽ തിരികെ ചോദിക്കാൻ പാടില്ലേ?
ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ കോർപ്പറേഷനിൽ വന്നിട്ട് ഒരു പൊതുസമ്മേളനത്തിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഈ നഗരത്തെ ഒരു മികച്ച നഗരമാക്കി മാറ്റുവാൻ ആവശ്യമായിട്ടുള്ള പൂർണ്ണ പിന്തുണ മോഡി കൊടുക്കും എന്ന് പറയുന്നത് ഈ കോർപ്പറേഷനിലെ ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. വിശ്വസിച്ചാണല്ലോ വോട്ട് ചെയ്തത്. ഒരു മിനിറ്റ് ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കല്ല, ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കായിരുന്നു. അതുകൊണ്ട് അങ്ങ് ഇങ്ങോട്ട് സംസാരിച്ചു, ഞാൻ അങ്ങോട്ട് സംസാരിച്ചു. ചോദ്യവും ഉത്തരവും ആയിരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കായിരുന്നു. ഇത് നോക്കൂ, നിങ്ങൾ പറഞ്ഞത് പിന്തുണ പ്രഖ്യാപിക്കുമെന്നല്ല, നിങ്ങൾ ആ ബ്ലൂ പ്രിന്റ് അനൗൺസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പറഞ്ഞോ ഇല്ലയോ? നിങ്ങൾ കണ്ടില്ലേ കൊടുത്തത്? ബ്ലൂ പ്രിന്റ് അനൗൺസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊടുത്ത ഫയൽ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊടുക്കുമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ അത് അനൗൺസ് ചെയ്യാൻ പ്രധാനമന്ത്രി എത്തും എന്നാണ് പറഞ്ഞത്. ഇനിയും കേൾപ്പിക്കണോ? വേണ്ട, കേൾക്കണ്ട. ഞാൻ പറയട്ടെ, പ്രധാനമന്ത്രിയുടെ കയ്യിലേക്ക് കൃത്യമായിട്ട് എന്താണോ കോർപ്പറേഷനിൽ നടപ്പിലാക്കേണ്ടതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രാഥമിക രേഖ കൊടുത്തു കഴിഞ്ഞു. യു റെസ്പെക്ട് ഇറ്റ്. ഇനി ഞാൻ പറയട്ടെ, ഇനി ഫെബ്രുവരി മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഞങ്ങളെ 25 ദിവസത്തേക്ക് തെരഞ്ഞെടുത്തല്ലോ, 5 വർഷം ഭരിക്കാനല്ലേ തെരഞ്ഞെടുത്തേക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ. ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾ ഫെബ്രുവരി മാസത്തിൽ അല്ലെങ്കിൽ മാർച്ച് മാസത്തിൽ ഞങ്ങളുടെ കോർപ്പറേഷൻ മേയർ, ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, വി രാജേഷ് അവർ ഡൽഹിയിലേക്ക് പോകും. പ്രധാനമന്ത്രിക്ക് മുമ്പിൽ ഓരോ പദ്ധതികളുടെയും വിശദമായിട്ടുള്ള രൂപരേഖകൾ സമർപ്പിക്കും. അതിന് പിന്തുണ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് തിരിച്ചു വരും. ജനങ്ങൾക്ക് ഈ നാടിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യ വികസനമായാലും ഗതാഗത സൗകര്യത്തിനായാലും ഈ നാടിന്റെ സമ്പൂർണ്ണ വികസനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമായി വരുന്ന 5 വർഷത്തിനുള്ളിൽ 2030 മുമ്പായിട്ട് ഞങ്ങൾ ഇതെല്ലാം ചെയ്യും. മാധുവിന്റെ ഈ മനോഹരമായ കണ്ണുകൾ കൊണ്ട് ഇതെല്ലാം മാധു കാണുകയും ചെയ്യും. ശരി, താങ്ക്സ്. പക്ഷേ അതല്ല പറഞ്ഞത് എന്നാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, ഞാൻ ഈ 27 ദിവസം പ്രായമായ ഒരു ഭരണസമിതി ഇവിടെ മലമറിച്ചില്ല എന്നല്ല പറഞ്ഞത്. നിങ്ങൾ സർക്കാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞോ അതല്ല ചെയ്തത് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്. അത് പറയാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം എടുത്ത മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കുമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങെത്ര അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് അത് പറയാൻ തയ്യാറാകുന്നത്. ശ്രീമതി വീണ നായർ, കേൾക്കാമോ? കേൾക്കാം. ശ്രീമതി വീണ നായർ, ഇവിടെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മുസ്ലിം ലീഗിനെ കുറിച്ച്. അതെ, ഞാൻ ആ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ഡയറക്റ്റ് വരാം. അതായത് ഇവിടെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിനെ കുറിച്ചും ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചും ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്ന് കോൺഗ്രസ് എവിടെയെങ്കിലും ഭരിക്കുന്നുണ്ടോ? അത് ഞാൻ അറിയാതെ പോയതാണോ എന്ന് എനിക്ക് അറിയില്ല. മാത്രമല്ല, കോൺഗ്രസ് ഒരു വർഗീയ ശക്തികളുടെയും വോട്ട് വേണ്ട എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് ഞങ്ങളുടെ നേതാക്കന്മാർ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് വിളിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ്, യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം. പിന്നെ ഇവിടെ അദ്ദേഹം മറ്റു പല കാര്യങ്ങളും BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, ജീവനാണ് 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 പ്രശ്നം, ജീവിതമാണ് പ്രശ്നം, നിലനിൽപ്പാണ് പ്രശ്നം, തലമുറകളുടെ അവകാശവും ജീവനും ജീവിതവും നിലനിൽപ്പുമാണ് പ്രശ്നം. അത് ഏത് വർഗത്തിൻ്റെതായാലും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു വർഗീയതയും ഏത് മതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വർഗീയതയും കോൺഗ്രസ് ഇന്നലകളിലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഇന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല, നാളെയും പ്രോത്സാഹിപ്പിക്കുകയില്ല. പക്ഷേ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു മതം, ആ മതമാണ് നമ്മുടെ മതം, ആ മതമാണ് സ്നേഹം. അത് തന്നെയാണ് ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഉടനീളം നടന്ന് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. മതേതരത്വത്തിന് വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടി ക്ലീഷേ ഡയലോഗ് അടിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ നേരിട്ടുള്ള പോരാട്ടത്തിൽ ഭാഗഭാക്കാകണം. ഈ പറയുന്ന വർഗീയവാദം പറയുന്നവരെ കാറിൽ കയറ്റരുത്, വളരെ ഡയറക്റ്റായി വളരെ പ്രകടമായി അതിനെതിരായ പോരാട്ടം നടത്തണമെന്നൊക്കെയല്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഈ പറയുന്ന പരാമർശം, ഈ ജിതിൻ പറഞ്ഞ പരാമർശം, മതമാണ് പ്രശ്നം എന്ന പരാമർശത്തിനെതിരെ UDFന്റെ ഏതെങ്കിലും നേതാക്കൾ, കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾ ഈ പറയുന്ന നിലപാടിന്റെ രാജകുമാരന്മാർ ആരെങ്കിലും പാടില്ലാത്തതായിരുന്നു, ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, പറയാൻ പാടില്ലാത്തതായിരുന്നു പറഞ്ഞിട്ടുണ്ടോ? മാധു ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശാലാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതിനെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കൂ. വിശാലാർത്ഥത്തിലാവുമ്പോ എളുപ്പമാകും, ഡയറക്റ്റ് ആണ് ബുദ്ധിമുട്ടാ പറയാൻ. നിങ്ങൾ വിശകലനം ചെയ്തു കൊടുക്കോ.
നോക്കൂ, നിങ്ങൾ 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 അല്ല നിലനിൽപ്പിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു നോക്കൂ. ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു നോക്കൂ. നമ്മൾ നിരന്തരം കഴിഞ്ഞ എത്രയോ നോക്കൂ വീണ, ഇതിനകത്തൊരു കാപട്യമുണ്ട്. എന്താണെന്നറിയാമോ? നിരന്തരം അത്തരം ചർച്ചകൾക്ക് വേദിയിൽ നിൽക്കുന്ന മനുഷ്യർക്ക് പോലും ഡിഫെൻഡ് ചെയ്യാനുള്ള യാതൊരു തരത്തിലുള്ള മാർഗവും ഒരു 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 സാഹചര്യവും ഒരുക്കാത്ത തരത്തിലുള്ള പരാമർശങ്ങൾ കെ എം ഷാജിയുടെ ഭാഗത്ത് നിന്ന് അന്നുണ്ടായി. ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വേട്ടയോ ന്യൂനപക്ഷ വിരുദ്ധതയോ അതിനെതിരെ നിലപാടെടുത്ത് നിലകൊള്ളുന്ന മനുഷ്യർക്ക് നേരെ വരുന്ന ചോദ്യമാണത്. എന്തുകൊണ്ടാണ് അത്തരം പരാമർശങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്? ഏറ്റവും വലിയ ജനാധിപത്യം അവകാശപ്പെടുന്ന മുന്നണികളിൽ നിന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസിന് പറയാൻ മറുപടി വല്ലതും ഉണ്ടോ? അങ്ങനെ മറുപടി ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ അതിനെ തള്ളിപ്പറയേണ്ട ബാധ്യത ആർക്കാണ്? ഒരിക്കലും ഇല്ല. ഞാൻ പറയട്ടെ മാധു, നിലനിൽപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം പടർത്തിവിടുന്ന വർഗീയതയെ ഗ്ലോറിഫൈ ചെയ്യുന്ന നിലപാട് തികച്ചും തെറ്റാണ്. അത് തികച്ചും മനുഷ്യത്വ രഹിതമാണ്. നമ്മുടെ തലമുറകളുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന വിഷയമാണ് എന്ന് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രതികളെ ശബരിമല മാധു നമ്മൾ മതത്തെക്കുറിച്ച് മാത്രം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു? ഈ കേരളത്തിൽ മതത്തിനപ്പുറം മനുഷ്യൻ എന്നൊരു വർഗമുണ്ട്. ആ മനുഷ്യന്റെ നിലനിൽപ്പുണ്ട്. ഈ ചർച്ചയിൽ പോലും മാധു, ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി നിരക്ക് എന്താണ്? വെള്ളക്കരം എത്രയാണ്? ഇവിടെ ഒരു ഒരു വിഷയങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാതെ ഒരു വിഷയങ്ങളെ കുറിച്ചും മനുഷ്യരെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാതെ ചില പ്രത്യേക അജണ്ടകളിലേക്ക് ചർച്ചയെ കൊണ്ടുപോകാൻ ആരെങ്കിലും ഒക്കെ വിരിക്കുന്ന വലയിലേക്ക് വീഴാൻ വേണ്ടി ആ മറുപടി അദ്ദേഹം പറഞ്ഞത് പച്ചവർഗീയത പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞു എന്നുള്ള വിമർശനത്തിലാണ്. ഒറ്റ സെക്കൻഡ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എനിക്ക് ശ്രീ ജെയ്ക്സി തോമസിനോട് ചോദിക്കാനുണ്ട് ഒരു ചോദ്യം. അതായത് ഇന്നലെ നടന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ 5600 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്, മനസ്സിലാക്കാൻ സാധിച്ചത്. ആകെ 17,000 കോടിയുണ്ട് എന്ന് പറയുന്നു. 2024 തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഏകദേശം 53,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്നാണ് പറഞ്ഞു നടന്നിരുന്നത്. അങ്ങനെയെങ്കിൽ ഏകദേശം 45,000 കോടി രൂപയോളം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ അനുമാനിക്കേണ്ടത്. ആ പൈസ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പൈസ ചോദിക്കുകയും ചെയ്യാം. പക്ഷേ ഈ പറയുന്ന ഒരു മികവുണ്ടല്ലോ, നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് വഴുതി പോകാനുള്ള ഒരു മികവ്, അതായത് രാഷ്ട്രീയക്കാരുടെ ഒരു സഹജമായ കൗശലം എന്ന നിലയ്ക്ക് കേരളം ഏറെ കണ്ടിട്ടുള്ളതാണ്. നോക്കൂ, അവനവന്റെ നിലപാട് തറ ഭദ്രമല്ല എങ്കിൽ മറ്റുള്ളവർ അവിടെ വന്ന് കൊടികുത്തി പോകുമെന്നുള്ളത് സ്വാഭാവികമാണ്. അതിൽ കോൺഗ്രസ് കൂടുതൽ ജാഗ്രത ഉണ്ടാക്കുകയാണ് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് ബി ജെ പിയിൽ നിന്ന് മതസൗഹാർദ്ദത്തെക്കുറിച്ച് ക്ലാസ് കേൾക്കേണ്ടി വരില്ല. ഏത് വർഗീയതയ്ക്കും എതിരെ തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. വർഗീയതയ്ക്കെതിരെ തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. ശ്രീ ജെയ്ക്സി തോമസ് നോക്കൂ, കോൺഗ്രസിനെതിരെ UDF-നെതിരെ CPM കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തിയുക്തം മുന്നോട്ട് വെച്ച അതേ വിമർശനങ്ങൾ ഇന്നിപ്പോ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് BJP-യുടെ ഭാഗത്തു നിന്ന് UDF-ന് കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കും. ഞാൻ അവസാന ഭാഗം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിക്കെതിരായി VD സതീശൻ കാന്തപുരത്തിന്റെ വേദിയിൽ നടത്തിയ പരാമർശത്തിനും അതിനെതിരായ മറുപടിയിലും ഒക്കെ കേരള രാഷ്ട്രീയം വളരെ സജീവമായി നിന്നൊരു ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി തന്നെ വന്നുകൊണ്ട് UDF-നെതിരായി ഇത്തരം കടുത്ത വിമർശനം ഉന്നയിക്കുന്നത്. ആ സാഹചര്യം എന്താണ് എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അവർ ശ്രമിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം. പ്രത്യേകിച്ച് ഇന്നത്തെ യോഗത്തിന്റെ കൂടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം കേരളത്തിൽ ഇടതുപക്ഷത്തെയും അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ ചേരിയെയും നിഷ്കാസിതമാക്കിയാൽ മാത്രമായിരിക്കുമല്ലോ BJP-യുടെ ഒരു വളർച്ച. അവർക്ക് ഇതുവരെ അക്കൗണ്ട് തുറക്കാൻ കഴിയാതെ വന്നിട്ടുള്ള ഒരു സംസ്ഥാന നിയമസഭ എന്ന നിലയിൽ കേരളത്തിൽ അത്തരം ശ്രമങ്ങൾക്കായിരിക്കും സ്വാഭാവികമായി അവർ നേതൃത്വം നൽകുക. ഞാൻ എന്തായാലും അത്തരം വിശദാംശങ്ങളിലേക്ക് വരാം. പക്ഷേ ഒരു 2 വാചകത്തിൽ ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധിയോടൊന്ന് പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം മതനിരപേക്ഷതയെ സംബന്ധിച്ചും മനുഷ്യത്വത്തെയൊക്കെ സംബന്ധിച്ചും സുന്ദരമായ
വാചകങ്ങളോടുകൂടെ തന്നെ നമ്മളോട് സംവദിച്ചു. എനിക്ക് തോന്നുന്നു ഉള്ളൂരിന്റെ പഴയ കവിത ഓർമ്മ വന്നു. ഒരൊറ്റ മതമുണ്ട് ഉലകിന്നുകിരാം പ്രേമമതൊന്നല്ലോ പരക്ക നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം, അല്ലേ? അദ്ദേഹം സ്നേഹത്തിന്റെ കടയെ സംബന്ധിച്ചൊക്കെയാണ് വാചാലനാകുന്നത്. അതിൽ ആങ്കറുടെ ഒരു അഭിപ്രായം എനിക്ക് കടമെടുക്കേണ്ടതായിട്ടുണ്ട്. മതനിരപേക്ഷതയും മനുഷ്യത്വത്തെയും മനുഷ്യസ്നേഹത്തെയും ഒക്കെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും പ്രഭാഷണം നടത്താം, നല്ല ലേഖനങ്ങൾ എഴുതാം, ദീർഘമായി സംസാരിക്കാം. അങ്ങ് സൂചിപ്പിച്ചതുപോലെ, ചോദ്യത്തിന്റെ ഭാഗമായി അങ്ങ് സൂചിപ്പിച്ചതുപോലെ, കാന്തപുരം ആദരണീയനായ AP അബൂബക്കർ മുസ്ലിയാരുടെ ജാഥയിൽ വന്നിട്ട് മതനിരപേക്ഷതയെ സംബന്ധിച്ച് വർഗീയതയ്ക്ക് വേണ്ടി 4 വോട്ട് അതിന് കീഴടങ്ങരുത് എന്നൊക്കെയുള്ള സംഭാഷണമൊക്കെ കുഴപ്പമില്ല, നല്ല കാര്യമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ നമ്മൾ ഒത്തുചേരുന്ന സമയത്ത് എന്താ കേരളത്തിന്റെ റിയാലിറ്റി? ആങ്കർക്കറിയില്ലേ, തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂര് ഇടതുപക്ഷം 10 പേരായിരുന്നു, കോൺഗ്രസ് 8 പേരായിരുന്നു, BJP 4 ഉണ്ടായിരുന്നുള്ളൂ. 4 പേരുള്ള BJPയിൽ 8 പേരുള്ള കോൺഗ്രസ് ചേർന്ന് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകോർത്തിരിക്കുന്നു. അപ്പൊ നമ്മൾക്കത് ഇവർക്ക് RSSുമായി മാത്രമാണ് ബന്ധമെന്നുള്ളത്. പ്രസംഗം മതനിരപേക്ഷതയെക്കുറിച്ചും കൈകോർക്കുന്നത് വർഗീയവാദിയുമായിട്ടാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ പണി. അത് മറ്റത്തൂർ മാത്രമാണോ? അവിടെ നിന്ന് കിലോമീറ്ററുകൾക്കപ്പുറം ചൊവ്വന്നൂര് കൈവെട്ട് സംഘത്തിന്റെ കേരളീയ പ്രതീകമായി SDPI ഇടതുപക്ഷത്തിനായിരുന്നു ഭൂരിപക്ഷം. പക്ഷേ മുസ്ലിം തീവ്രവാദത്തിന്റെ പ്രതീകമായി SDPIയുമായി കോൺഗ്രസ് കൈകോർക്കുന്നു. ആരെ പരാജയപ്പെടുത്താൻ? ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ. തൊട്ടപ്പുറം നമ്മുടെ മുമ്പിൽ കോട്ടയത്ത് കുമരകം, അവിടെ ഇടതുപക്ഷത്തിനായിരുന്നു ഭൂരിപക്ഷം, RSSുമായി കൈകോർക്കുന്നു. സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തി ഇടതുപക്ഷത്തെ RSSുമായി കൈകൾ കോർത്ത് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു. സ്നേഹത്തിന്റെ കടയെന്നും മനുഷ്യത്വമെന്നും മനുഷ്യസ്നേഹമെന്നും ഒക്കെ ഗീർവാണം പോലെ പ്രഭാഷണം നടത്താൻ, ലേഖനം എഴുതാൻ എളുപ്പമാണ്. പക്ഷെ ഗ്രാസ് റൂട്ട് ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? നമ്മളുടെ നാട്ടിൽ വേരുകളിലെ വസ്തുത എന്താണ്? അത് ഏത് വർഗീയത പറയുന്ന അലവലാതിയുമായിട്ടും അവരുടെ കാലു കഴുകിയ വെള്ളം കുടിക്കാൻ തയ്യാറാണ് എന്ന് പച്ചയ്ക്ക് രാഷ്ട്രീയ സഖ്യം വഴി തെളിയിച്ചു വെച്ചിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ്. RSSുമായി കൈകോർക്കുന്നു, SDPയുമായി കൈകോർക്കുന്നു, ഇവിടെ സൂചിപ്പിച്ച മറ്റ് സംഘങ്ങളുമായി ഒക്കെ കൈകോർക്കുന്നു. ആരെ പരാജയപ്പെടുത്താൻ? ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഒരു പതിറ്റാണ്ടായി കേരളത്തിൽ തുടരുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ കഴിയുമോ? ഏത് വർഗീയവാദികളുടെയും കാലു കഴുകിയ വെള്ളം കോൺഗ്രസ് കുടിക്കുമെന്നുള്ളതാണ് വേരുകളുടെ യാഥാർത്ഥ്യം. ഈ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ വാചകങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാമായിരുന്നു. ഭരിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ കാൽക്കീഴിൽ കൊണ്ടുവച്ച് BJPയുടെ മേയറിന് പോലും ക്ഷണമില്ലാത്തടത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന CPMന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോയി ഇൻവൈറ്റ് ചെയ്ത് സ്റ്റേജിൽ കൊണ്ടിരുത്തിയത് കേരളത്തിലെ ജനസമൂഹം കണ്ടതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനെ BJPക്ക് ദാനമായി കൊടുത്തുകൊണ്ട് ഡീല് നടത്തിയിട്ട് എന്തും ചാനൽ ചർച്ചയിൽ എല്ലാവരും ചെറുപ്പക്കാരാണ്. ഞാൻ പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ 9 നിന്ന് 20ലേക്ക് എത്തി. VK പ്രശാന്ത് MLA ഏറ്റവും വലിയ ശരിയല്ല. പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും അങ്ങനെ തന്നെ പറഞ്ഞല്ല ജയിക്ക് മിണ്ടാതിരുന്നത്. അദ്ദേഹത്തിന് എതിരഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ ജനാധിപത്യം എന്നൊന്നുള്ളത് കൊണ്ടാണ് വെറുതെ ഇരുന്നത്, മിണ്ടാതിരുന്നത്. ഞാൻ നിർത്തി. ജയിക്ക് പറഞ്ഞു. അപ്പം മറ്റത്തൂരിനെ കുറിച്ച് മിണ്ടില്ല, SDPIക്കാരുടെ കാല് പിടിച്ച് ഭരണത്തിൽ വന്ന ചൊവ്വന്നൂരിനെ കുറിച്ച് മിണ്ടില്ല, BJPക്കാരുടെ കാല് പിടിച്ച് അധികാരത്തിൽ വന്ന കുമരകത്തെ കുറിച്ച് മിണ്ടില്ല. ഇനിയിപ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ, ശരി, നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ എടുക്കാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50ഓളം സീറ്റ് ജയിച്ച BJP വിജയിച്ച മണ്ഡലങ്ങളുണ്ടല്ലോ, അതിൽ 41ലും കോൺഗ്രസിന്റെ സ്ഥാനം എത്രയാണ്? മഹാഭൂരിപക്ഷ സ്ഥലങ്ങളിലും BJPയുമായി നേർക്കുനേരെ ഏറ്റുമുട്ടിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, CPIM ആണ്. മഹാഭൂരിപക്ഷം വരുന്ന BJP വാർഡുകളിലും 3ാം സ്ഥാനത്ത് വന്നത് കോൺഗ്രസ് ആണ്. അതായത് പച്ച മലയാളത്തിൽ വിശദീകരിച്ചാൽ കോൺഗ്രസ് മറിച്ചു കൊടുത്ത വോട്ടിന്റെ ബലത്തിലാണ് അങ്ങയുടെ വീടിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ RSS അധികാരത്തിൽ വന്നത്. ഒരു കോർപ്പറേഷൻ തന്നെ RSSന് കൊടുത്തിട്ട് അങ്ങ് വന്നിട്ട് മതനിരപേക്ഷതയെ കുറിച്ച് എനിക്ക് ക്ലാസ് എടുക്കുന്നോ? കയ്യിൽ വെക്കാൻ പറയും കോൺഗ്രസ് നേതാവേ. തിരുവനന്തപുരത്തെ കണക്കുകൾ 41 വാർഡിൽ BJP തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇനി ഞാൻ ചോദിക്കട്ടെ, BJPയുടെ മേയർ, പ്രഥമ മേയർ VV രാജേഷ് കസേരയിൽ കയറിയിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്നിട്ടുള്ള അഴിമതി ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ നടത്തിയിട്ടുള്ള പൊറോട്ട ചിക്കൻ, ആറ്റുകാൽ പൊങ്കാലയുടെ പൊറോട്ട ചിക്കൻ അഴിമതി അന്വേഷിക്കാൻ ഉത്തരവിട്ടോ? അന്വേഷിച്ചോ? ഫയലുകൾ കാണാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൈമലർത്തുന്ന സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. അങ്ങ് ഈ ചർച്ചയിൽ സംസാരിച്ചതിന് ശേഷമാണ് ജയ്ക്ക് സംസാരിച്ചു തുടങ്ങിയത്. അത് അങ്ങ് ഇടപെടുകയും ചെയ്തു. അത് ശരിയായ ഒരു കാര്യമല്ല. അദ്ദേഹത്തിന് എതിരഭിപ്രായം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ഊഴത്തിൽ വ്യക്തമാക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതാണ്, അത് ശരിയല്ല. അല്ല മാധു, 51 സീറ്റ് ഉണ്ടായിരുന്ന CPM 29ലേക്ക് ചുരുങ്ങി.
അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. കോൺഗ്രസ് ഞാൻ അങ്ങോട്ട് ചോദ്യം തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാളും വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സീറ്റുകളാണ് BJP സ്വന്തമാക്കിയത് എന്നുള്ളതാണ് ആ വിമർശനം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് പരിശോധിക്കുക. തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം എടുക്കുക. അവർ ചൊവ്വന്നൂരിനെ കുറിച്ച് മിണ്ടില്ല, മറ്റത്തൂരിനെ കുറിച്ച് മിണ്ടില്ല, കുമരകത്തെ കുറിച്ച് മിണ്ടില്ല. SDPI BJP തീവ്രവാദികളുടെ കാല് പിടിച്ച് ഇടതുപക്ഷത്തെ തോൽപ്പിച്ച് അധികാരത്തിൽ വരാൻ ശ്രമിച്ച പഞ്ചായത്തിനെ കുറിച്ച് ഒന്നും മിണ്ടില്ല. അവിടെയൊക്കെ ഈ വർഗീയ അലവലാദികളുടെ കാല് തിരുമാൻ പോയ ഒരു കോൺഗ്രസ്സുകാരനെതിരെ നടപടിയില്ല. എന്നിട്ട് ഇപ്പൊ കോർപ്പറേഷനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ആവർത്തിച്ച് പറയുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ നഗരസഭാ പരിധിയിൽ സംഘപരിവാരം ജയിച്ച 41 വാർഡിൽ LDF 2ാം സ്ഥാനത്ത്, UDF 3ാം സ്ഥാനത്ത്. UDF ഈ BJP വന്നവരാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ശംഖുമുഖം കടപ്പുറത്ത് ഒരു മഹത്തായ മതേതര പാർട്ടി PDPയുടെ കാല് പിടിച്ച ചില അലവരാദികളെ കേരളം കണ്ടിട്ടുണ്ട്. ആ അലവരാദികളെയാണോ ജയിക്ക് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. മഹത്തായ കാല് എന്റെ സമയം പൂർണ്ണമായി അദ്ദേഹം പറഞ്ഞത് വർഗീയവാദികളാണ് അലവലാദികൾ എന്ന് പറഞ്ഞത്. എനിക്കതിലില്ല. അവിടെ കേൾക്കണം, BJP SDPI എന്ന് കൂട്ടി വായിക്കുമ്പോ PDPയുടെ മദനിയുടെ കാലം പിടിച്ച അലവലാദികളുണ്ട്. അതാണ് ജയിക്കോശം. ഇനി രണ്ട് ചോദ്യങ്ങൾ. ചോദിച്ചു ജമാഅത്തെ ഇസ്ലാമിയെ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി ചോദിച്ചു. മാധു ഡയറക്റ്റ് പൂർത്തിയാവുകയാണ്. ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്, ഈ ചർച്ച പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് വിജയത്തിന് ശേഷം, കോർപ്പറേഷൻ വിജയത്തിന് ശേഷം എത്തുമ്പോൾ സ്വാഭാവികമായും ശരി, ഇനി BJP എണ്ണി തിട്ടപ്പെടുത്തി കൊടുത്തിട്ടില്ല എങ്കിൽ പോലും സംസ്ഥാനത്തെ ഒരു തലസ്ഥാന നഗരിയെക്കുറിച്ച് കൃത്യമായ അദ്ദേഹത്തിന് ബ്രീഫ് ചെയ്ത് കൊടുക്കാൻ അദ്ദേഹത്തിന് PMO തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന കാര്യത്തിന് സംഭവിക്കും, കാത്തിരിക്കൂ, കാണാൻ കഴിയും എന്നുള്ളതാണ് BJP ഇന്നത്തെയും ഉത്തരം. വളരെയധികം നന്ദി. പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.